ഈ ലേവ്യൻ ഭാര്യയെ മുറ്റത്തെറിഞ്ഞു കൊടുത്തു, അവൾ മരിച്ചു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റിട്ട്, ദിവസം വായിച്ചാട്ടെ, അവൻ എഴുന്നേറ്റിട്ട് പറയാ, എഴുന്നേരടി പാം. അവൾക്കൊരു ഗ്ലാസ് കട്ടൻ കാപ്പി ഉണ്ടാക്കി കൊടുത്തില്ല, അവളുടെ അടുക്ക ചെന്നിരുന്നില്ല, അവൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചില്ല. നിന്റെ ഭാര്യയ്ക്ക് രോഗമായി കിടക്കുമ്പോൾ അവൾക്കൊരു നേരത്തെ കട്ടൻ കാപ്പി ഉണ്ടാക്കി കൊടുക്കും? എൻ്റെ പ്രസംഗം പലർക്കും ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ സത്യം അതാണ്. ഇതേപോലെ ക്രൂരത കാട്ടുന്ന, ഏകദേശം ഇതേപോലെ ക്രൂരത കാട്ടുന്ന പുരുഷന്മാർ ഇന്നുമുണ്ട്. മലയാള നാട്ടിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ഹിന്ദിക്കാരുടെ ഇടയിലുണ്ട്, സായിപ്പ്മാരുടെ ഇടയിലുണ്ട്. ക്രിസ്തുവിൻ്റെ ഭാവം ഉള്ളവരായിട്ട് മാറണം. സ്ത്രീകൾ മാറണം. അവന് സ്നേഹമില്ലതേയില്ല. അവൻ എന്ത് ചെയ്തു? രാവിലെ ശവവുമായി എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് വീട്ടിലേക്ക് പോയി. അവൻ കാണിച്ച വേറൊരു മണ്ടത്തരം എന്തായിരുന്നു? കാരണം അവൻ്റെ മനസ്സിനകത്ത് ചില സ്കീമുണ്ടായിരുന്നു. ഞാൻ ഈ ശവം വീട്ടിൽ കൊണ്ടുചെല്ലും, 12 കഷ്ണമാക്കാം, 12 ഗോത്രങ്ങൾക്ക് കൊടുത്തയക്കും, അവിടെ ഒരു യുദ്ധം നടക്കണം. എൻ്റെ ഒരു ചോദ്യം, നീ എന്തെങ്കിലും ചെയ്യുന്നത് വൈരാഗ്യം കൊണ്ടാണ്? അവൻ ചെയ്തത് നല്ല കാര്യമല്ല. നീ പറയുന്നത് കേട്ടാണ്, അവൻ ആ ശവം അവിടെ കുഴിച്ചിട്ടിരുന്നെങ്കിൽ വലിയൊരു യുദ്ധം നടക്കത്തില്ലായിരുന്നു. അവൻ ആ ശവം അവിടെ കുഴിച്ചിട്ടിരുന്നെങ്കിൽ അനേകായിരങ്ങൾ മരിക്കത്തില്ലായിരുന്നു. നിന്റെ ശവം നീ കുഴിച്ചിടുമോ? അതോ കൊണ്ടു നടക്കുമോ? കണ്ടോ ഇതെൻ്റെ അമ്മാച്ചൻ ചെയ്ത, ഇത് കണ്ടോ എൻ്റെ ഭർത്താവ് ചെയ്ത, കണ്ടോ ഇതെൻ്റെ ഭാര്യ ചെയ്ത, കണ്ടോ ഇതെൻ്റെ അയൽക്കാരൻ ചെയ്ത, കണ്ടോ എന്തു ചെയ്യും? നിന്റെ മുമ്പാകെ കിടക്കുന്ന ശവം എടുത്ത് തോളത്ത് കൊണ്ട് വെച്ചുകൊണ്ട് നടക്കുമോ? യേശു ക്രിസ്തുവിനെ പിടിക്കുവാൻ ചില പട്ടാളക്കാർ വന്നു. പത്രോസിൻ്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നു. അവൻ വാളെടുത്ത് ഒരുത്തൻ്റെ കാത് അറുത്ത് കളഞ്ഞു. ശ്രദ്ധിച്ചാട്ടെ, അവൻ്റെ കാത് ഏത് കാതായിരിക്കണം? ഇടത്തുവശത്തെ കാത് അറുത്ത് കളഞ്ഞു. ഇടത്തുവശത്തെ കാത് എഴുതിയിട്ടില്ല, പക്ഷെ നമുക്കറിയാം. ഇങ്ങനെ വെട്ടിയപ്പോൾ ഇടത്ത് കാത് പോയി. അവൻ്റെ കാത് താഴെ കിടന്ന് പിടയ്ക്കുകയാണ്. അവന് വേണമെങ്കിൽ ചിലതൊക്കെ ചെയ്യാമായിരുന്നു. അവൻ ഈ കാതെടുത്തുകൊണ്ട് പറയാമായിരുന്നു, യേശുവേ നിന്റെ ശിഷ്യൻ ചെയ്ത കണ്ടോ, ഇവനെ തൂക്കിക്കൊല്ലണം, ഇവനെ തീർച്ചയായിട്ടും ശിക്ഷിക്കണം. അവന് വേണമെങ്കിൽ കച്ചേരി പോകാമായിരുന്നു, കോർട്ടിൽ പോകാമായിരുന്നു. അവനൊന്നും ചെയ്തില്ല. ഇനി പറഞ്ഞു കേട്ടാ, അവൻ യേശുവിൻ്റെ മുമ്പിൽ നിന്നു. യേശു അവനെ കണ്ടു. യേശു അവൻ്റെ തറയിൽ കിടന്ന് പിടയ്ക്കുന്നതായിട്ടുള്ള ചെവി കണ്ടു. അവൻ്റെ രക്തമൊലിക്കുന്ന അവൻ്റെ ആ ചെവിയിലേക്ക് അവൻ നോക്കി. അവൻ ആ ചെവി എടുത്ത് അവനെ സൗഖ്യമാക്കി. അവനത് ചെയ്തില്ലായിരുന്നെങ്കിൽ അവൻ രക്തമൊലിച്ച് മരിച്ചു പോകുമായിരുന്നു. പക്ഷേ അവൻ യേശുവിൻ്റെ മുമ്പ് നിന്നതുകൊണ്ട്, അവൻ പിറുപിറുക്കാതെ ഇരുന്നതുകൊണ്ട്, അവൻ ഈ മനുഷ്യനെതിരായിട്ട്, പത്രോസിനെതിരായിട്ട് ആരോപണം ഇറക്കാഞ്ഞതിനാൽ, അവൻ ന്യൂസ് ലെറ്റർ ഇറക്കാഞ്ഞതിനാൽ, അവൻ ട്രാക്ട് അടിച്ച് വിതരണം ചെയ്യാതെ ഇരുന്നതിനാൽ അവൻ അനുഗ്രഹം പ്രാപിച്ചു. എൻ്റെ ആത്മീക തത്വങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. പി ജി വർഗീസ് അനുഗ്രഹിക്കപ്പെട്ടത് ചുമ്മാ അത് അനുഗ്രഹിക്കപ്പെട്ടതൊന്നുമല്ല. ആരാണ്ട് സായിപ്പന്മാർ രൂപ തന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടതല്ല. ഹല്ലേലൂയ. ഞാൻ വചനപ്രകാരം ജീവിച്ചു എന്നല്ല പറയുന്നത്. എൻ്റെ ജീവിതത്തിനകത്തെ തെറ്റുകൾ എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ അറിയാം, വേറെ ചിലരോട് ചോദിച്ചാൽ അറിയാം. പക്ഷേ വചനപ്രകാരം ജീവിക്കാനുള്ളൊരു വെമ്പൽ എൻ്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. അവൻ ശവമായിട്ട് പക തീർക്കുവാനായിട്ട് വീട്ടിൽ ചെന്നു. ബെന്യാമീൻ്റെ ഇത് കണ്ടു. അവർക്കറിയാം ഇതെന്തുകൊണ്ട് സംഭവിച്ചെന്ന്. പക്ഷെ അവരൊന്നും ചെയ്തില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിൻ്റെ വീട്ടിലൊരു അന്യായം നടന്നാൽ, നിൻ്റെ സഭയിൽ ഒരു അന്യായം നടന്നാൽ, നീ മൗനമായിരിക്കുമോ അതോ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുമോ? അവർ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയിരുന്നെങ്കിൽ ആ പുരുഷന്മാർ മരിക്കത്തില്ലായിരുന്നു. താഴെയുള്ളവരെല്ലാവരും മരിച്ചുപോയി. വിശദീകരിക്കാം. അവൻ വീട്ടിലെത്തി. അവർ 12 കഷണമാക്കി ആ ശവശരീരത്തെ. ക്രൂരത പക തീർക്കാനായിട്ട് ഭാര്യയുടെ ശവമെടുക്കുന്നു. അതിനെ 12 കഷണമായിട്ട് മുറിക്കുന്നു. 12 ഗോത്രങ്ങളിലും കൊടുത്തയച്ചു. ബെന്യാമീന്യർക്കും കിട്ടിയ ഒരു കഷണം. അവരാരും അനങ്ങിയില്ല. നിൻ്റെ മകൻ്റെ തെറ്റ് കണ്ടാൽ, നിൻ്റെ മകളുടെ തെറ്റ് കണ്ടാൽ, നിൻ്റെ ഭാര്യയുടെ തെറ്റ് കണ്ടാൽ, നിൻ്റെ ഭർത്താവിൻ്റെ തെറ്റ് കണ്ടാൽ അതിനെ മറയ്ക്കുവാനും നിശബ്ദനായിരിക്കുമോ? ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അവരെ ക്രൂശിൽ തറയ്ക്കണമെന്നല്ല. പക്ഷേ ന്യായം കിട്ടേണ്ടവർക്ക് കിട്ടാതെ പോകരുത്. 20-ാം അധ്യായത്തിൽ ഒരു വലിയ യുദ്ധം നമുക്ക് കാണാം. ഇസ്രായേൽ വാളെടുത്ത 4 ലക്ഷം പേർ. ബെന്യാമീന്യർ പ്രശ്നപരിഹാരം നേടിയില്ല. 26,000 പേർ അവർ ഇറങ്ങി വന്നു. 4 ലക്ഷത്തിനെതിരായിട്ട് 26,000 പേർ. എണ്ണിത്തിരിച്ച വിരുദ്ധന്മാർ 700 പേർ. മുമ്പെയാണ്, അതാണ് ഞാൻ ആദ്യം വായിച്ചത്. 26,000 പേർ യുദ്ധത്തിന് വന്നു. വേർതിരിച്ച വിരുദ്ധന്മാർ 700 പേര് വന്നു. എന്ത് സംഭവിച്ചെന്നറിയാമോ?
ഇസ്രായേൽ തോറ്റു. 4 ലക്ഷം പേര് 26,000 പേരോട് യുദ്ധം ചെയ്തപ്പോൾ തോറ്റുപോയി. എടാ, പിടിച്ചു തള്ളിയിട്ടിരുന്നെങ്കിലും ജയിച്ചനിയുമായിരുന്നല്ലോ. എന്താ കാര്യം? എവിടെയെങ്കിലുമൊക്കെ കാര്യം കാണും. അവർ ദൈവത്തിൻ്റെ മുഖം ആരാഞ്ഞ് കാണത്തില്ല. എന്നാൽ താഴെ ഇനി പറയുന്നത് കേട്ടാട്ടെ, ജയം എണ്ണത്തിലല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ആ സമയത്ത് ദൈവജനം കരഞ്ഞു, ദൈവത്തോട് ചോദിച്ചു. ദൈവം അവർക്ക് റേമ കൊടുത്തു. റേമ വിശദീകരിക്കാൻ നേരമില്ല. ദൈവത്തിൻ്റെ വചനത്തിന് ലോഗോസ് എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ പറയുന്ന പ്രസന്റ് ടെൻസിലുള്ള വചനത്തിന് റേമ എന്ന് പറയുന്നു. ലോഗോസ് എഴുതപ്പെട്ട വചനം, വേദപുസ്തകത്തിലെ വചനം. ആ വചനം കൊണ്ട് എനിക്കും നിനക്കും ഒന്നും അത്ഭുതം കിട്ടത്തില്ല. എന്നാൽ ആ റേമ, ആ ലോഗോസ് റേമ ആയി കഴിയുമ്പോൾ എന്താണ്? ഞാൻ എഴുതിയ പുസ്തകം വായിച്ചാട്ടെ. പുസ്തകത്തിൻ്റെ പരസ്യത്തിന് പറയല്ല, വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. ഇതാ അനുഗ്രഹം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഈ ഒരു തത്വം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ലോഗോസ് റേമ ആക്കുന്നത്? അവർക്ക് റേമ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ യുദ്ധത്തിന് പോയി. അവർ യുദ്ധത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാ ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 15-16. അന്ന് ഗിബെയ നിവാസികളിൽ എണ്ണിത്തിരിച്ച 700 വിധവന്മാരെ കൂടാതെ പട്ടണങ്ങളിൽ നിന്ന് വന്ന ബെന്യാമിന്യർ 26,000 ആയുധപാണികൾ ഉണ്ടായിരുന്നു, വാളെടുക്കുന്നവർ. 16, ഈ ജനത്തിലെല്ലാം കൂടി ഇടങ്കയ്യന്മാരായ 700 വിരുദ്ധന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരു രോമത്തിന് പോലും ഏറുപിഴയ്ക്കാത്ത കവണക്കാരായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്ലിങ്, അതിനകത്ത് കല്ല് വെച്ച് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഒരു മുടിനാരിഴയ്ക്ക് പോലും മാറാതെ എവിടെയാണോ എറിയുന്നത് അവിടെ ചെന്ന് കൊള്ളും. ഇംഗ്ലീഷിനകത്ത് ചോസൺ മെൻ, എങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. വിഷയത്തിലേക്ക് വരികയാണ്. ചോസൺ മെൻ. വലത് കൈ കൊണ്ട് യുദ്ധം ചെയ്യുന്നവനാണ് ഒരു പടയാളി. ഇടത്ത് കയ്യന്മാരെ അന്നും യുദ്ധത്തിനെടുക്കത്തില്ല, ഇന്നും യുദ്ധത്തിനെടുക്കത്തില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളൊരു പടയാളിയായിരിക്കണം, നിങ്ങൾ യുദ്ധം ചെയ്യണം. ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെല്ലാവരും, വീഡിയോയിൽ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ആത്മാക്കളെ നേടുന്നവരായിരിക്കണം. തമിഴ്നാട്ടിലൊരു ബിഷപ്പ് ജീവിച്ചിരുന്നു, അസറിയ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കിട്ടുന്നെങ്കിൽ വായിക്കണം. ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ടുണ്ടോ. എനിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അറിയാം, അദ്ദേഹത്തിൻ്റെ മകളെ അറിയാം, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനെ അറിയാം. ബിഷപ്പ് അസറിയ. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ നല്ലൊരു മനുഷ്യനായിരുന്നു, മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. പഴയ കാലത്തൊക്കെ ബിഷപ്പൊക്കെ വല്ലപ്പോഴും ഒക്കെ 5, 6, 10 വർഷത്തിലൊരിക്കലാണ് ഒരു സഭയിൽ വരുന്നത്. അന്ന് വരുന്നതിൻ്റെ അന്നാണ് കൺഫർമേഷന് കുഞ്ഞുങ്ങളൊക്കെ വന്ന് നിരന്നിരിക്കും. അന്ന് ബിഷപ്പ് വരുന്ന ദിവസം എല്ലാവരെയും ഹോളി കമ്മ്യൂണിയൻ എടുക്കാനായിട്ട് വന്നിരിക്കും. എല്ലാവരും കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ബിഷപ്പ് അസറിയ എല്ലാവർക്കും ഹോളി കമ്മ്യൂണിയൻ കൊടുത്തതിന് ശേഷം, വിശുദ്ധ കുർബാന കൊടുത്തതിന് ശേഷം ആളുകളോട് പറയും, ഇനി നിങ്ങളെല്ലാവരും തലേ കൈവച്ചാട്ടെ, ഞാൻ നിങ്ങൾക്ക് ആശീർവാദം തരാൻ പോവാ. എല്ലാവരും വലിയ സന്തോഷത്തോടെ തലയിലോട്ട് കൈവെക്കും. എന്നിട്ട് ബിഷപ്പ് ഇങ്ങനെ പറയും, ഞാൻ പറയുന്നത് ഏറ്റു പറഞ്ഞാട്ടെ, ഞാൻ പറയുന്നത് പോലെ നിങ്ങളെല്ലാവരും പറഞ്ഞാട്ടെ. എന്നിട്ട് പറഞ്ഞു കൊടുക്കും, ഞാൻ ജ്ഞാനസ്നാനം പ്രാപിച്ച, തമിഴ് ഭാഷയാണ്, ഞാൻ ജ്ഞാനസ്നാനം പ്രാപിച്ച ഒരു വിശ്വാസിയാണ്. എല്ലാ ആഴ്ചയിലും ഞാൻ യേശുവിനെ പറ്റി ആരോടെങ്കിലും ഒക്കെ പറയും. പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് പറയാം. ഞാൻ എല്ലാ ആഴ്ചയിലും യേശുവിനെ പറ്റി ആരോടെങ്കിലും പറയും. ഈ വരുന്ന ആഴ്ചയിലും പറയും, വരുന്ന ആഴ്ചയിലും സമയമുണ്ടെങ്കിൽ പറയും. ഈ വേദപുസ്തകത്തിലെ സുവിശേഷം എല്ലാ ആഴ്ചയിലും ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ ശാപവും എൻ്റെ തലേ വരട്ടെ. ആ ബിഷപ്പ് അദ്ദേഹം ജീവിച്ചിരുന്നെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുകയാണ് CSIയിൽ നിന്നുള്ള എല്ലാ ബിഷപ്പുമാരും അങ്ങനെയായിരുന്നെങ്കിൽ. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് മർത്തോമ സഭയിലെ എല്ലാ ബിഷപ്പുമാരും അങ്ങനെയായിരുന്നെങ്കിൽ. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ബെന്തിക്കോസ് സഭയിലെ എല്ലാ സെൻട്രൽ പാസ്റ്റർമാരും അങ്ങനെയായിരുന്നെങ്കിൽ. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എല്ലാ ശുശ്രൂഷകരും അങ്ങനെയായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒരു സഭാ വിസ്ഫോടനം നടക്കുമായിരുന്നു, ഒരു ചർച്ച് എക്സ്പ്ലോഷൻ നടക്കുമായിരുന്നു, ആളുകൾ സഭകളിൽ വന്ന് ചേരുമായിരുന്നു. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നിങ്ങൾ യുദ്ധം ചെയ്യണം. ഏത് യുദ്ധം? ഭർത്താവിനോട് യുദ്ധം ചെയ്യുന്നതല്ല, അയൽക്കാരനോട് യുദ്ധം ചെയ്യുന്നതല്ല, ഭാര്യയുടെ വയറ്റത്ത് കുത്തുന്നതല്ല. പിന്നെ ഏത് യുദ്ധം? ആത്മാക്കളെ നേടുവാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. 1971 ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. 2 മണിക്കൂറിനകത്ത് ഞാൻ ഒരു മനുഷ്യനോട് സുവിശേഷം പറഞ്ഞു. എൻ്റെ ഭാര്യ, ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞുടനെ എൻ്റെ ഭാര്യ പറഞ്ഞ്, എളുപ്പം ഞാൻ ആഹാരം ഉണ്ടാക്കി തരാൻ, ചൂടാക്കട്ടെ അച്ചാനിരിക്കാം. പറഞ്ഞു ഇരിക്കുന്നത്. പിന്നെ അടുത്ത വീട്ടിലൊരു കുഞ്ഞിരാമനുണ്ട്, മണിമലക്കാരനാണ്. കുഞ്ഞിരാമനോട് സുവിശേഷം പറയാം. കുഞ്ഞിരാമ, ഇത് TV-ക്കകത്തെങ്കിലും കേൾക്കുന്നെങ്കിൽ എന്നെ ഓർക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു എൻ്റെ പറഞ്ഞു, അയ്യോ കുഞ്ഞിരാമൻ ഉറക്കമായി, ഭാര്യയെ ഉറക്കമായി. ഞാൻ പറഞ്ഞു, ഞാൻ ഉറങ്ങിയാൽ എന്തുവാ, എന്നാലും ചെന്ന് സുവിശേഷം പറയാം. ഞാൻ ചെന്ന് കഥകര് കൊട്ടി.
കുഞ്ഞിരാമൻ സാറ് പതുക്കെ ചോദിച്ചു, ആരാ അത്? ഞാൻ പറഞ്ഞത് PG വർഗീസാ. എന്താ സാറേ കാര്യം? കഥ തുറക്ക് പിന്നെ പറയാം. അത്യാവശ്യമാണോ? ഞാനും പെമ്പളയും കൂടെ ഉറങ്ങുക. ഞാൻ പറഞ്ഞു അത്യാവശ്യമാ, തുറക്ക. കുഞ്ഞിരാമൻ വന്ന് കഥ തുറന്നു. ഭാര്യയും ഭർത്താവും 2 പിള്ളേരും കൂടെ ഒരു കട്ടിലേക്ക് കിടന്നുറങ്ങുക. അവിടെ വേറെ മുറിയൊന്നുമില്ല, വേറെ കസേരയൊന്നുമില്ല. ഞാനും അവിടോട്ട് ചെന്ന് കട്ടിലോട്ടിരുന്നു. ഭാര്യ സാറിനൊക്കെ പറഞ്ഞ് അനങ്ങണ്ട കേട്ടോ, അങ്ങോട്ട് തിരിഞ്ഞു കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ ചില കാര്യം പറഞ്ഞു. ഞാൻ കുഞ്ഞിരാമൻ്റെ ഒക്കെ സുവിശേഷം പറഞ്ഞു. എൻ്റെയൊക്കെ കുഞ്ഞിരാമൻ പറഞ്ഞു, സാറേ പോയി കിടന്നുറങ്ങും, നേരം വെളുക്കുമ്പോൾ എല്ലാം നേരെയാവും. നേരം വെളുത്തിട്ട് നേരെയായില്ല. അന്ന് തൊട്ട് സുവിശേഷം പറയുകയാണ്, ഓടി നടന്ന് സുവിശേഷം പറയുകയാണ്, ട്രാക്ട് കൊടുക്കുകയാണ്. 3 മാസം കഴിഞ്ഞപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ 23-ാം തീയതി 24-ാം തീയതി എനിക്കൊരാഗ്രഹം. ഇത് ക്രിസ്മസ് ആണല്ലോ, ക്രിസ്മസിനെ പറ്റി എല്ലാവരോടും പറയണം, ആശുപത്രിയിൽ പോയി പറയണം. തമാശ പറയല്ല, ചുമ്മാ ഉണ്ടാക്കി പറയല്ല കേട്ടോ. ഞാൻ ട്രാക്റ്റുകൾ എഴുതി വരുത്തി. ഞാൻ അറിഞ്ഞു 1971 ഡിസംബർ മാസത്തിൽ ചൈനയും ഇന്ത്യയും കൂടെ യുദ്ധം നടന്നതിൻ്റെ യുദ്ധത്തിനകത്ത് പിടിക്കപ്പെട്ട പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യയുടെ ജയിലിൽ കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചു അവരോട് പോയി സുവിശേഷം പറയണം. അതുകൊണ്ട് കുറച്ച് ഞാൻ ഉറുദു ട്രാക്ട് വരുത്തി. അവർക്ക് ഞാൻ ഉറുദു ട്രാക്ട് കൊണ്ട് കൊടുത്തു. ഞാൻ അന്ന് മുതൽ ട്രാക്ട് കൊടുക്കുവാൻ ശ്രമിക്കുന്നു. ഇന്നും ട്രാക്ട് കൊടുക്കുകയാണ്. ചിലപ്പോൾ ആളുകൾ വിചാരിച്ചേക്കാം ആദ്യമൊക്കെ അങ്ങനെ ആയിരിക്കും, ഇപ്പോഴാര് ചെയ്യും. 1994 ഡൽഹി കണ്ടതിൽ ഏറ്റവും വലിയൊരു കൺവെൻഷൻ നടത്തുവാൻ എനിക്ക് കർത്താവ് കൃപ തന്നു. 90,000 പേരുണ്ടായിരുന്നു. 3000 ബിഷപ്പുമാരും അച്ഛന്മാരും പാസ്റ്റർമാരും ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് പലരും ഉണ്ടായിരുന്നു. ബിഷപ്പുമാർ വന്നിട്ടുണ്ടായിരുന്നു. ബിഷപ്പ് സേത്ത് ഉണ്ടായിരുന്നു. പിന്നെ ആരാണ്? ബിഷപ്പ് സേത്ത് ഉണ്ടായിരുന്നു. പല അച്ഛന്മാരും ഉണ്ടായിരുന്നു. AJ ജോസഫ് സാർ ഉണ്ടായിരുന്നു. ക്രൈസ്റ്റ് ചർച്ചിലെ അച്ഛനുണ്ടായിരുന്നു. പാസ്റ്റർമാർ 3000 ചില്ലുവാനും പാസ്റ്റർമാർ, ബിഷപ്പുമാർ, പട്ടക്കാർ. വൈകുന്നേരത്തെ മീറ്റിങ്ങിനകത്ത് 90,000 പേര്. മീറ്റിംഗ് കഴിയുന്ന ഉടനെ ഞാൻ കൊട്ടുമൊക്കെ ഇട്ട് നിൽക്കുകയാണ്. പോക്കറ്റിനകത്ത് ഇങ്ങനെ കർച്ചീഫൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുക പ്ലാറ്റ്ഫോമിൽ. ജോണോസിനായിരുന്നു പ്രസംഗിച്ചത്. അദ്ദേഹം പോയി കഴിഞ്ഞ ഉടനെ ഞാൻ ഈ കോട്ട് ഊരി കളഞ്ഞിട്ട് അവിടെ പോയി നിന്നിട്ട് പോകുന്നവർക്ക് ട്രാക്ട് കൊടുക്കാം. യേശുവിൻ്റെ നാമത്തിൽ വായിക്കണം, യേശു ഇതിനെ രക്ഷിക്കും. അത്രയും വലിയൊരു വടവനെടുക്കെ പോയി ചോദിച്ചാൽ അറിയാം. ബ്രദർ വടവന, സത്യം പബ്ലിക്കേഷൻ. അദ്ദേഹം അത് കഴിഞ്ഞ് എൻ്റെ വന്ന് ചോദിച്ചു, ബ്രദറിന് ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? എനിക്ക് ആവശ്യമില്ലയോ? ഞാനൊരു പട്ടാളക്കാരനാണ്, ഞാൻ യുദ്ധം ചെയ്യും. എനിക്കാരെങ്കിലും ശമ്പളം തന്നിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. എൻ്റെ രാജാവിനെ പ്രസാദിപ്പിക്കണമെന്നൊരാഗ്രഹമേ ഉള്ളൂ. ശ്രദ്ധിച്ച് കേട്ടാട്ടെ, അന്നത്തെ കാലത്ത് പട്ടാളക്കാർക്ക് ശമ്പളമില്ല. ഞാൻ ഈ കഥ പറയുന്ന കാലത്ത് പട്ടാളക്കാർക്ക് ശമ്പളമില്ല. അവർക്ക് ഏതെങ്കിലും കൊള്ള കിട്ടിയാൽ അതിൻ്റെ ഓഹരി എന്നല്ലാതെ ശമ്പളമില്ല. അവരെന്തുകൊണ്ടാണ് യുദ്ധത്തിന് പോകുന്നത്? രാജാവിനോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് രാജാവിനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ യുദ്ധത്തിന് പോകും. വലത് കൈയുള്ളവൻ വലത്. നിങ്ങൾ പഠിച്ചേക്കാൻ 1994 കഥയില്ലയോ ഇപ്പോഴോ? 2004 ആരാ പ്രസംഗിച്ചത്? മനോഹർ. ഏത് മനോഹർ? ബാംഗ്ലൂരിലുള്ള മനോഹർ, ബ്രദർ മനോഹർ. അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് നടക്കുകയാണ്. അതിൻ്റെ ഓർഗനൈസേഷൻ എൻ്റെ ഒക്കെ വന്ന് വിളിച്ചു, ബ്രദർ വരണം, പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കണം, ബ്രദറിന് ഞങ്ങളൊരു ബൊക്കെ തരാൻ ആഗ്രഹിക്കുക, ബ്രദറിനെ ഞങ്ങൾ ആദരിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞു ഞാനവിടെ കാണും. പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ PG വർഗീസ് അങ്ങനെ വരാറില്ല. എല്ലാവരും പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ പോയി ട്രാക്ട് കൊടുത്തു. എന്താണ് കാരണം? ഞാനൊരു പട്ടാളക്കാരനാണ്. ഞാനായിരിക്കുന്നു എന്നല്ല എൻ്റെ വിഷയം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെല്ലാവരും പട്ടാളക്കാരായിരിക്കണം. നിങ്ങളൊരു ട്രാക്ട് കൊടുക്കണം, ഒരു പുസ്തകം കൊടുക്കണം, ഒന്നും അല്ലെങ്കിൽ ഒരു സിനിമ കാണിക്കണം. 2 സിനിമ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സിനിമ കൊണ്ടുപോയിട്ട് അയൽക്കാരെ കാണിച്ചാട്ടെ, ചെറുപ്പക്കാരെ കാണിച്ചാട്ടെ, എന്തെങ്കിലും ചെയ്യണം. പടചേർത്തവനെ പ്രസാദിപ്പിക്കുക, രോഗികൾക്കായിട്ട് പ്രാർത്ഥിക്കുക, വീടുകൾ സന്ദർശിക്കുക, സിനിമ കാണിക്കുക. ആരാണ് പടയാളി? നീ ഒരു പടയാളിയാണ്. ആരാണ് പടയാളി? നീ ഒരു പടയാളിയാണ്. ആരാണ് പടയാളി? നീ ഒരു പടയാളിയാണ്. നിങ്ങൾ ബഹുമാനത്തോടെ പറയുകയാണ്, നിങ്ങൾ ഒരു പടയാളിയാണ്. നിങ്ങൾ യുദ്ധം ചെയ്യണം. വലത് കൈ ഉണ്ടോ? യുദ്ധം ചെയ്യണം. അന്നത്തെ കാലത്ത് കഥയിലേക്ക് വരട്ടെ. ചോസൺ മെൻ. അന്നത്തെ കാലത്ത് എബ്രായരുടെ കൂട്ടത്തിൽ പടയാളികളിൽ യുദ്ധത്തിൽ ഒരാളിൻ്റെ കൈയോ കാലോ കണ്ണോ പോയാൽ അവർക്ക് 2 കാര്യം ചെയ്യാം. ഒന്ന്, അവർക്ക് വീട്ടിൽ പോകാം. എന്താ കാര്യം? കൈ പോയി. എന്താ കാര്യം? ഇപ്പം നൊണ്ടിയാണ് നടക്കുന്നത്. എന്താ കാര്യം? കണ്ണില്ല. എന്താ കാര്യം? തല അല്ലാതായി പോയി. അവൻ ഒന്നുകിൽ വീട്ടിൽ പോകാം. 2, രാജാവിനായി മറ്റാർക്കും ചെയ്യാനൊക്കാത്ത യുദ്ധതന്ത്ര വിരുദ്ധനാകാൻ അഭ്യസിക്കാം. വിശദീകരിക്കാം, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ.
ഒന്നാം നിങ്ങൾക്ക് വീട്ടിൽ പോകാം, അല്ലെങ്കിൽ നിനക്ക് രാജാവിനോട് കൂറുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോകത്തില്ല, ഈ രാജാവിനെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ അവന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, എനിക്കിനി വലത് കൈ ഇല്ല, എൻ്റെ വലത് കൈ മുറിഞ്ഞു പോയി, പക്ഷേ ഞാൻ ഇടത് കൈ ഉണ്ടെന്തെങ്കിലും ചെയ്യാം, എൻ്റെ വലത് കാല് പോയി, ഞാൻ ഇടത് എന്തെങ്കിലും ചെയ്യാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രാജാവിനോട് സത്യം പറഞ്ഞാൽ, രാജാവിനോടുള്ള വസ്തുത പറഞ്ഞാൽ, രാജാവിന് അവന് ചെയ്യാനുള്ള ഒരു ജോലിയിൽ അവനെ എക്സ്പേർട്ടാക്കി തീർക്കും. ഇംഗ്ലണ്ടിൽ 2ാം ലോകമഹായുദ്ധം നടക്കുന്ന കാലത്ത് യഥാർത്ഥ കഥയാണ്. ഒരു പട്ടാളക്കാരൻ്റെ വലത് കൈക്ക് മുറിവേറ്റു. അവന് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല, രക്തമൊത്തിരി വാർന്നുപോയി, ആശുപത്രിയിൽ കിടക്കുകയാണ്. അവൻ നേഴ്സ്, യഥാർത്ഥ കഥയാണ്, നേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, നേഴ്സേ എനിക്ക് വിഷം തരണം, ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു. അയാൾ നേഴ്സ് പറഞ്ഞു, എന്താ കാര്യം? അതിന് അത്ര വലിയ കാര്യമൊന്നുമില്ല, എൻ്റെ കൈക്ക് മുറിവേറ്റതല്ലേ ഉള്ളൂ. അവൻ പറഞ്ഞു, അല്ല, രാജാവിനെ സേവിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം, ഇനി ഈ കൈ കൊണ്ട് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല, കൈയില്ലാതെ വീട്ടിൽ പോയിരിക്കുന്നതിനേക്കാൾ നല്ലത് ഞാനിവിടെ വെച്ച് മരിച്ചോളാം, അല്ലെങ്കിൽ എൻ്റെ രാജാവിനെ സേവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നഴ്സിന് അവൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് മനസ്സിലായി. അവൾ ഒരു എഴുത്ത് രാജാവിന് അയച്ചു. ഒരു ദിവസം അവൾ ചിരിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ പട്ടാളക്കാരൻ, ഇതാ രാജാവിൻ്റെ ഒരു കത്ത്, ഞാൻ നിൻ്റെ വിവരം രാജാവിന് എഴുതി, രാജാവ് എനിക്ക് എഴുതിയിരിക്കുന്നു, അങ്ങനെ ഒരു വിശ്വസ്തനെ കിട്ടിയാൽ അവനെ വിടരുത്, അവനെ വേഗം ചികിത്സിച്ച് സുഖമാക്കുക, അവനെ വേഗം എൻ്റെ കൊട്ടാരത്തിലേക്ക് വയ്ക്കുക, എൻ്റെ താക്കോൽ കൂട്ടം സൂക്ഷിക്കുവാൻ അവനൊരു പ്രധാനപ്പെട്ട ജോലി കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ പറയുന്നതിൻ്റെ സാരം, നിനക്ക് മുറിവേറ്റാൽ നീ വീട്ടിൽ പോകരുത്, യുദ്ധത്തിൽ നിനക്ക് മുറിവേറ്റാൽ വീട്ടിൽ പോകരുത്, രാജാവിനെ തന്നെ സേവിക്കണം. ദൈവത്തിന്, നിന്റെ രാജാവിന് നിനക്ക് തരാൻ ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. അന്നത്തെ കാലത്ത്, എബ്രായരുടെ കാലത്ത് പട്ടാളത്തിൽ ആർക്കെങ്കിലും ഒരു യുദ്ധം, ഒരു അംഗഭംഗമുണ്ടായാൽ, കൈ പോയാൽ, കാല് പോയാൽ, അവൻ എന്തു ചെയ്യും? അവന് രാജാവിനോട് പറയാം, രാജാവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, രാജാവെ ഞാൻ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ വലത് കൈ പോയി. അന്നേരം അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു പ്രത്യേകിച്ചൊരു വിഭാഗത്തിലാകും. എന്നിട്ട് അവർ അടുത്ത ദിവസം തൊട്ട് ഒരു കല്ലെടുത്ത് എറിയാൻ തുടങ്ങും. ഒരു കല്ലെടുത്ത് എറിഞ്ഞു നോക്കണം. ഞാനൊന്ന് എറിഞ്ഞു നോക്കി കേട്ടോ. ഒരു കല്ല് എറിയട്ടെ. ആരെ എറിയണം? ഒരു കല്ലെടുത്ത് എറിഞ്ഞു നോക്കി. വെച്ചോ. വീട്ടിൽ ചെന്നൊന്ന് എറിഞ്ഞു നോക്കണം. ഞാൻ എറിഞ്ഞു നോക്കി. കുറച്ച് കഴിയുമ്പോൾ 3ഓ 4ഓ കല്ല് എറിഞ്ഞ്, ഇനി പറയുന്ന കേട്ടാണ്, അതേ നോക്കിയിരിക്കരുത്, 3ഓ 4ഓ കല്ല് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കൈക്ക് നോവാൻ തുടങ്ങി. തന്നെയല്ല, ഞാൻ എവിടെ എറിയുന്നു അവിടെ എങ്ങും കൊള്ളത്തില്ല. ഒന്നുകൂടെ എറിഞ്ഞു നോക്കട്ടെ. ആരെ എറിയണം? ഈ ജോൺസനെ എറിഞ്ഞു നോക്കാം. നോക്കട്ടെ കൊള്ളുവന്ന്. അയ്യോ, ഞാൻ തമാശ പറഞ്ഞല്ലേ ജോൺസനെ എറിഞ്ഞ, ആംഗ്യം കാണിച്ചതല്ല. പറയുന്ന കേട്ടാ, എറിയുമ്പോൾ എൻ്റെ കൈ നോവുന്നു. എറിഞ്ഞാൽ എറിയുന്നിടത്തല്ല കൊള്ളുന്നത്. പക്ഷേ എൻ്റെ വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, മുടിയുടെ ഒരു തലമുടിക്ക് പോലും വ്യത്യാസം വരാതെ എറിയാൻ അറിയാവുന്ന 700 തെരഞ്ഞെടുത്ത ആളുകളുണ്ടായിരുന്നു. എങ്ങനെ? അവരുടെ കൈ പോയപ്പോൾ അവർ തീരുമാനിച്ചു, എൻ്റെ കൈ നൊന്താലും ഞാൻ എറിയും, നൊന്താലും എറിയും. എറിഞ്ഞ് ഞാനൊരു എക്സ്പെർട്ടാവും. എറിഞ്ഞ് ഞാനൊരു എക്സ്പെർട്ടാവും. ഹല്ലേലൂയ. 700 പേർ ഇടത്ത് കയ്യന്മാരായിട്ട് ജനിച്ചതുകൊണ്ടല്ല, ഇടത്ത് കയ്യനായിട്ട് വലത്ത് കൈ പോയപ്പോഴും അവർ വീട്ടിൽ പോയി വിശ്രമിക്കുവാൻ വിസമ്മതിച്ചു. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നിങ്ങളൊരു പട്ടാളക്കാരനാണോ? വലത് കൈ പോയാൽ, നീ പ്രതീക്ഷിക്കാത്തത് പലതും നിനക്ക് സംഭവിച്ചാൽ, നീ എറിഞ്ഞ് ഇടത് കൈ കൊണ്ട് നീ ഒരു എക്സ്പെർട്ട് ചെയ്യണം. പട്ടാളക്കാരൻ യുദ്ധം ചെയ്യണം. യുദ്ധത്തിൽ അവധിയില്ല. പട്ടാളക്കാർക്ക് ചോദിച്ചാട്ടെ, യുദ്ധത്തിൽ ഒരിക്കലും അവധിയില്ല. ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് ടെലഗ്രാം വന്നാൽ, അമ്മയ്ക്ക് ഓപ്പറേഷൻ ആണെന്നിട്ട് ഇമെയിൽ വന്നാൽ നിനക്ക് പോകാനൊക്കത്തില്ല. എന്ത് ചെയ്യണം? യുദ്ധത്തിലായിരിക്കണം. അതാണ് യേശു പറഞ്ഞത്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നിനക്ക് അവധിയില്ല. നീ എൻ്റെ യുദ്ധത്തിലാണ്, നീ എൻ്റെ മുന്നണിയിലാണ്. നീ യുദ്ധം ചെയ്യണം. വലത് കൈ ഉണ്ടോ? യുദ്ധം ചെയ്യണം. വലത് കൈ പോയാൽ ഇടത് കൈ കൊണ്ട് വീട്ടിൽ പോകാതെ അവിടെ ഇരുന്ന് പരിശീലിച്ച് എറിഞ്ഞ് ഒരു എക്സ്പോർട്ടായി തീരണം. നീ യുദ്ധത്തിലായിരിക്കുമ്പോഴാകാം കേട്ടാട്ടെ,
നീ യുദ്ധത്തിലായിരിക്കുമ്പോഴാകാം ഒരു അത്യാഹിതത്തിലൂടെ പിശാച് നിന്നെ ആക്രമിക്കുന്നത്. A real struggle can hit you at the wrong or worst time. കാശ്മീരിലായിരിക്കുന്ന സമയത്ത് എൻ്റെ ഇളയ സഹോദരിയുടെ വിവാഹം നടന്നു. എൻ്റെ ഇളയ സഹോദരി ഇവിടെയാണ്, ട്രിവാൻഡ്രത്തുണ്ട്. അവൾ എനിക്ക് എഴുതി. ഞാൻ അവളെ ഇളയ സഹോദരി എന്നാണ് വിളിക്കുന്നത്. പെങ്ങളെ നല്ല വിളിക്കുന്നത്, ഗ്രേസ് എന്നല്ല അവളെ വിളിക്കുന്നത്, ഇളയ സഹോദരി. എൻ്റെ പ്രിയപ്പെട്ടവളാണ്. ഇന്നും സത്യം പറഞ്ഞാൽ എൻ്റെ സഹോദരിമാരിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും കരുതുകയും ചെയ്യുന്ന ആൾ. ഒന്നും കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല, ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഞാൻ അവളെ സ്നേഹിച്ചു. അവിടെ കല്യാണം വന്നപ്പോൾ അവൾ എനിക്കൊരു എഴുത്തെഴുതി, അച്ചായം വരത്തില്ലയോ, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇതേപോലെ നിൻ്റെ ക്രിസ്തീയ ജീവിതത്തിലും ഒരത്യാഹിതം നിൻ്റെ യുദ്ധസമയത്ത് നിന്നെ ഹിറ്റ് ചെയ്താൽ, നിൻ്റെ മകൾ പിഴയായി പോയാൽ, നിൻ്റെ മകൻ ഒരു മുസ്ലിം സ്ത്രീയോടുകൂടി ഒളിച്ചോടിപ്പോയാൽ, നിൻ്റെ ഭർത്താവ് മരിച്ചു പോയാൽ, നിൻ്റെ ഭാര്യ തളർവാദ രോഗിയായി പോയാൽ, നീ എന്തു ചെയ്യും? വീട്ടിലേക്ക് മടങ്ങുമോ? പഴയ വിശ്വാസത്തിലേക്ക് മടങ്ങുമോ? കുഞ്ഞ് മരിച്ചാൽ നിൻ്റെ വിശ്വാസം വേണ്ട എന്ന് പറയുമോ? ആനി ബെസന്റ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെപ്പറ്റി നിങ്ങൾ കേട്ട് കാണും, ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അവരുടെ പേര് ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതിയിരിക്കുകയാണ്. അവരൊരു ക്രിസ്ത്യൻ മിഷണറി ആയിട്ടാണ് ഇന്ത്യയിൽ വന്നത്. ചരിത്രം ഇങ്ങനെ പറയുന്നു, ഒരു ദിവസം അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. ഒരു ദിവസം ആ കുഞ്ഞ് രോഗിയായി, 10-11 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് രോഗിയായി. അവർ ആ കുഞ്ഞിൻ്റെ കട്ടിലിൻ്റെ അടുക്കൽ മുട്ടുകുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എൻ്റെ ഇംഗ്ലണ്ട് ദേശം വിട്ടിട്ട് ഇവിടെ സുവിശേഷ വേലയ്ക്ക് വന്നതാണ്. എൻ്റെ കുഞ്ഞ് രോഗിയാണ്, എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം. കുഞ്ഞിൻ്റെ പനി കൂടി, അവൾ വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം. കുഞ്ഞിൻ്റെ രോഗം കൂടി, അവൾ വീണ്ടും പ്രാർത്ഥിച്ചു. അവസാനം വന്നപ്പോൾ അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ യേശുവേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എങ്കിൽ ഞാൻ നിന്നെ എന്തിനു സേവിക്കണം? എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ തള്ളിപ്പറയും. കുഞ്ഞ് മരിച്ചു. അവൾ ഹിന്ദുവാകാൻ ആഗ്രഹിച്ചു. അവൾ ഹിന്ദുവായിട്ട് ജീവിച്ചു. മതം മാറിയില്ലെങ്കിൽ ഹിന്ദുവായിട്ട് ജീവിച്ചു. അവൾ മഹാത്മാഗാന്ധിയോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനാൽ അവളുടെ പേര് സ്വർണ്ണ ലിപികൾ എഴുതിയിരിക്കുന്നു. പക്ഷേ സ്വർഗത്തിൽ എവിടെയോ എഴുതിയിരുന്ന അവളുടെ പേര് ആരോ മായ്ച്ചു കളഞ്ഞു. നിനക്കങ്ങനെ സംഭവിക്കരുത്. നിന്റെ കുഞ്ഞ് മരിച്ചാൽ, നിന്റെ മകൾ ഒളിച്ചോടി പോയാൽ, നിന്റെ ജോലി പോയാൽ, നിന്റെ മകൻ മരിച്ചു പോയാൽ, നിന്റെ സംഘടന നിന്നെ സ്ഥലം മാറ്റിയാൽ, നിന്റെ സഭക്കാർ നിന്നോട് അന്യായം കാണിച്ചാൽ നീ എന്തു ചെയ്യും? നിനക്ക് വേണമെങ്കിൽ തിരിച്ചു നടക്കാം, നിനക്ക് വേണമെങ്കിൽ വീട്ടിൽ പോകാം, നിനക്ക് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം, നിനക്ക് വേണമെങ്കിൽ പാപം ചെയ്യാം, നിനക്ക് വേണമെങ്കിൽ മദ്യപാനിയായി തീരാം. നീ എന്തു ചെയ്യും? തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ വലത് കൈ പോയാൽ നീ എന്തു ചെയ്യും? ഇടത് കയ്യനായിരിക്കുവാൻ തിരഞ്ഞെടുക്കുക, വീട്ടിൽ പോകുവാൻ വിസമ്മതിക്കുക. പത്രോസിൻ്റെ കഥ നിങ്ങളിങ്ങനെ കേട്ട് കാണും. കഥ ഇങ്ങനെയാണ്. പത്രോസ് ഓടിപ്പോവുകയാണ്. അവന് മനസ്സിലായി, എന്നെ പിടിക്കും, യേശുവിനെ ക്രൂശിൽ തറച്ചതുപോലെ എന്നെയും ക്രൂശിൽ തറയ്ക്കും. അവൻ രക്ഷപ്പെടുകയാണ്, അവൻ ഓടുകയാണ്. അവൻ ഓടിപ്പോകുന്ന സമയത്ത് അവൻ മുമ്പിൽ ഒരാൾ നടന്നു പോകുന്നത് കണ്ടു. മുമ്പിൽ ഒരാൾ ഒരു കുരിശുമെടുത്തുകൊണ്ട് നടന്നു പോകുന്നു. അവൻ വേഗത്തിൽ അടുത്ത് ചെന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് യേശുവായിരുന്നു. ഉയർത്തെഴുന്നേറ്റവനാ യേശു കുരിശുമെടുത്തുകൊണ്ട് നടക്കുന്നു. അവൻ പറഞ്ഞു, എനിക്കത് മനസ്സിലാകുന്നില്ല. ഞാൻ കരുതി വെച്ചിരുന്നത് നീ ഒരിക്കൽ മാത്രം ക്രൂശ് എടുക്കണമെന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നീ രണ്ടാമതും ക്രൂശ് എടുക്കേണ്ടി വരുന്നത്? എൻ്റെ തിയോളജിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. യേശു അവനെ നോക്കിക്കൊണ്ട്, കഥയാകാം, ഉണ്ടാക്കി പറഞ്ഞ് കഥയായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഇങ്ങനെ കഥ ചരിത്രത്തിൽ പറയുന്നു. യേശു തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, പത്രോസേ, ഈ കുരിശ് എൻ്റെ കുരിശല്ല, എനിക്ക് കുരിശ് ഒരിക്കലേ ഉള്ളൂ. ഇത് നിനക്ക് വേണ്ടി ഞാൻ വെച്ചിരുന്ന കുരിശാണ്. എന്നാൽ ഈ കുരിശ് നിനക്കെടുക്കുവാൻ മനസ്സില്ലാത്തതിനാൽ ഞാൻ നിനക്ക് വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ പത്രോസിന് മനസ്സിലായി, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അവൻ മടങ്ങിപ്പോയിട്ട് സുവിശേഷം പ്രസംഗിച്ചു. അവരവനെ പിടിച്ചു ക്രൂശിക്കുവാൻ വിധിച്ചു. ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ യുദ്ധത്തിൻ്റെ ഒരു ദുർഘട സമയത്ത് ശത്രു നിന്നെ മുറിവേൽപ്പിച്ചാൽ നീ എന്തു ചെയ്യും? പിന്മാറിപ്പോയതിൻ്റെ കാരണം വേണമെങ്കിൽ നിനക്ക് പറയാം, പ്രശ്നത്തിൻ്റെ പട്ടിക വേണമെങ്കിൽ നിനക്ക് നിരത്താം, ദൈവത്തെ വേണമെങ്കിൽ കുറ്റം പറയാം, മറ്റുള്ളവരെ പഴിചേരാം, അല്ല എങ്കിൽ ഇടത്ത് കയ്യനാകാം. കല്ലെടുത്ത് എറിഞ്ഞ് നോക്കട്ടെ. കല്ലെടുത്ത് എറിഞ്ഞ് ഇനിയുണ്ടോ? കല്ലെടുത്ത്, നല്ല കല്ലാന്നില്ല, എറിഞ്ഞ വരത്തില്ല കേട്ടോ, നോക്കുന്നു. എൻ്റെ കർത്താവേ, കല്ലെടുത്ത് എറിഞ്ഞ് നിനക്ക് നൊന്താലും, എൻ്റെ കൈ നോക്കുന്നു,
ഞാൻ എറിഞ്ഞിടത്തെങ്ങും ചെന്നില്ല. ഞാൻ എറിഞ്ഞ് ഒരു എക്സ്പെർട്ടാവും. ഇട്ടിട്ട് പോകാൻ എനിക്ക് തോന്നിയാലും ഞാൻ പോകാൻ വിസമ്മതിക്കും. എറിഞ്ഞ് ഒരു രോമത്തിന് പോലും ഏറ് പിഴയ്ക്കാത്ത ഒരു എക്സ്പെർട്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ രാജാവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. സഹോദര സഹോദരി, മടങ്ങിപ്പോകാൻ നിനക്ക് ആഗ്രഹം തോന്നും. സുവിശേഷ വേല വിട്ടിട്ട് പോകുവാൻ ആഗ്രഹം തോന്നും. നിന്റെ വിശ്വാസം വിട്ടിട്ട് പോകുവാൻ ആഗ്രഹം തോന്നും. മടങ്ങിപ്പോകാൻ മനസ്സ് പറയും, പോകരുത്. അവസരം ലഭിക്കും, പോകരുത്. എറിഞ്ഞ് ഇടത്ത് കൈയിനായി യുദ്ധത്തിൽ രാജാവിനെ പ്രസാദിപ്പിക്കുക. ഞാൻ കട്രായൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാശ്മീരിൽ ചെന്നു. അടിയിൽ ബനിയനുണ്ട്, അതിൻ്റെ പുറത്ത് സ്വെറ്ററുണ്ട്, അതിൻ്റെ പുറത്ത് ഉടുപ്പുണ്ട്, അതിൻ്റെ പുറത്തൊരു സ്വെറ്ററുണ്ട്. എങ്കിലേ തണുപ്പ് നിൽക്കത്തുള്ളൂ. 2-3 മാസം കഴിഞ്ഞ് തണുപ്പൊക്കെ മാറുമ്പോഴാണ് ഈ സ്വെറ്റർ മാറുന്നത്. കാരണം വേറെ മാറി ഇടാനില്ലാത്തതുകൊണ്ട് ഒരെണ്ണം തന്നെ ഇട്ടുകൊണ്ട് നടക്കും. ഞാനൊരു ദിവസം സ്വെറ്റർ ഊരിക്കഴിഞ്ഞപ്പോൾ ലില്ലി ശ്രദ്ധിച്ചു, എൻ്റെ കഴുത്തിലൊക്കെ മുത്തുമാല പോലെ അടയാളം, എൻ്റെ കയ്യിൽ 2 അടയാളം, മുത്തുമാല പോലെ. ലില്ലി പറഞ്ഞു, അച്ഛനോട് നീ ഇതെങ്ങനെ കിട്ടി? ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. ലില്ലി എൻ്റെ സ്വെറ്റർ പിടിച്ച് നോക്കിയപ്പം അതിനകത്ത് ഒരുമാതിരി കൂറപ്പേൻ ഉണ്ടായിരുന്നു. കൂറപ്പേൻ എന്ന് പറഞ്ഞാൽ അറിയോ? വൃത്തികെട്ടവരുടെ ശരീരത്തിൽ വരുന്നൊരു സാധനമാണ്, ഒരു തരം പേൻ. ഞാനൊരു വൃത്തിയുള്ള മനുഷ്യനാണ്. ഞാൻ ദിവസം 3-4 പ്രാവശ്യം കുളിക്കും. എൻ്റെ ദേഹത്ത് മുഴുവൻ കൂറപ്പേൻ. ഞാൻ പറഞ്ഞു, വീട്ടിൽ പാ. എങ്ങനെ കിട്ടിയാന്നറിയാം? എൻ്റെ വീട്ടിൽ എൻ്റെ ആകെയുള്ള ഇരിപ്പിടം ഒരു കമ്പിളിയാണ്. അതാണ് എൻ്റെ കിടക്ക. റോഡിൽ പിച്ച തണ്ടുന്ന കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ ഈ കമ്പിളിയിൽ ഇരുത്തി അവരെ ആ ഈ എന്ന് പഠിപ്പിക്കും. ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്തുള്ള കൂറപ്പൻ കമ്പിളിയെ കയറി, രാത്രി ഈ കമ്പിളി എൻ്റെ ദേഹത്ത് കയറി. സ്വെറ്ററിൽ ഒളിച്ചിരിക്കാൻ എളുപ്പമായതുകൊണ്ട് ഇതിൻ്റെ ഈ കഴുത്തേൽ ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ ചോര കുടിച്ചതാണ്. ഞാൻ പറഞ്ഞു, വീട്ടിൽ പണിക്ക് പോകാം. ലില്ലി എൻ്റെ ഒക്കെ ചോദിച്ചു, നമ്മളങ്ങ് പോയി കഴിഞ്ഞാൽ ആർക്കും വേണ്ടാത്ത ഈ തോട്ടി പിള്ളേരെ ആര് യേശു എന്നെഴുതാൻ പഠിപ്പിക്കും. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. എൻ്റെ വലത്ത് കൈ പോയാൽ എൻ്റെ ഇടത്ത് കൈ കൊണ്ട് എറിയുമ്പോൾ എനിക്ക് നൊന്താലും ശരി, ഞാൻ ഈ യുദ്ധക്കളത്തിൽ തന്നെ എൻ്റെ രാജാവിന് വേണ്ടി ഞാൻ തത്വസംഹിത പറയുകയല്ല. എൻ്റെ 2ാമത്തെ മകൾ ജനിച്ചപ്പോൾ കാശ്മീരിലായിരുന്നു. അവർക്ക് ഏകദേശം 3 വയസ്സെങ്ങാണ്ടുള്ളപ്പോൾ, 2 വയസ്സോ 2.5 വയസ്സോ ഉള്ളപ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു കാശ്മീരി ബ്രാഹ്മണൻ താമസിക്കുകയാണ്. അവരുടെ കൊച്ചു മുട്ട കഴിയുകയാണ്. അന്നേരം എൻ്റെ മോൾ എൻ്റെ ഒക്കെ ചോദിച്ചു, ഡാഡി ഓ ക്യാ ഹേ, അതെന്തുവാ? ഞാൻ പറഞ്ഞു, മോളെ അത് മുട്ടയാ. അതെവിടെ നിന്ന് വരുന്നു? ഞാൻ പറഞ്ഞു, കോഴി ഇടുന്ന. അത് തിന്നാൻ നല്ലതാണോ? ഞാൻ പറഞ്ഞു, അല്ലെന്ന് പറയാൻ നോക്കൂ. ആന്നോ? ഡാഡി ഒരെണ്ണം എനിക്ക് വേണം. ഞാൻ പറഞ്ഞില്ല. എൻ്റെ മകൾക്ക് 4-5 വയസ്സായപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു മുട്ട വാങ്ങിച്ചു കൊടുത്തത്. 3.5 വയസ്സുള്ളപ്പോൾ ഞാൻ അവളെ കൊണ്ട് പള്ളിക്കൂടത്തിൽ ചെന്നപ്പോൾ അവിടെ പ്രിൻസിപ്പൽ അവളെ നോക്കിയിട്ട്, സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അവളെ നോക്കിയിട്ട് പറഞ്ഞു, ദിസ് ചൈൽഡ് ഈസ് സംതിങ് ഈസ് റോങ് വിത്ത് ഹെർ ബ്രെയിൻ, ഷീ നീഡ്സ് എ സ്പെഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവൾ മാനസികമായിട്ട് വികസിച്ചിട്ടില്ലാത്ത, ബുദ്ധിയില്ലാത്ത പെൺകുട്ടിയാണ്. അവളെ ഈ പള്ളിക്കൂടത്തിൽ ചേർക്കാനൊക്കത്തില്ല, അവളെ സ്പെഷ്യൽ സ്കൂളിൽ അയക്കണം. എൻ്റെ മകൾ മന്ദബുദ്ധിയായിരുന്നു. ആഹാരം ശരിയാകാഞ്ഞിട്ടാണ്, എനിക്കറിഞ്ഞുകൂടാ. നല്ല വിറ്റാമിനുള്ള ആഹാരം കഴിക്കാൻ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ മകൾ മന്ദബുദ്ധിയായിരുന്നു. അന്ന് എൻ്റെ പിശാച് പറഞ്ഞു, വർഗീഷ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? എന്തിനാണ് കട്രായിലായിരിക്കുന്നത്? എന്തുകൊണ്ട് നിനക്ക് ബോംബെയിൽ പോയിക്കൂടാ? എന്തുകൊണ്ട് നിനക്ക് മദ്രാസിൽ പോയിക്കൂടാ? എന്തുകൊണ്ട് നിനക്ക് കേരളത്തിൽ പോയിക്കൂടാ? പക്ഷേ ഞാൻ നിശ്ചയിച്ചു, എൻ്റെ വലത് കൈ പോയാൽ ഞാൻ ഇടത്ത് കൈ കൊണ്ട് എറിഞ്ഞ് എനിക്ക് നൊന്താലും ഞാൻ വീട്ടിലേക്ക് മടങ്ങി പോകുവാൻ ആഗ്രഹിക്കുന്നു. മനസ്സ് വെക്കത്തില്ല, ഞാൻ ഇവിടെ നിൽക്കാം. ഒരു ദിവസം 5 സർദാർജിമാർ എന്നെ കാണാൻ വന്നു. എൻ്റെയൊക്കെ സുവിശേഷം കേൾക്കാൻ വന്ന ഞാൻ അവർക്ക് സുവിശേഷം പറഞ്ഞു. അവർ പറഞ്ഞു, നല്ല കാര്യമാണ്, നാളെയും വരാം, നാളെയും പറയാമോ? ഞാൻ പറഞ്ഞു, നാളെ വന്നാട്ടെ. അവർ അടുത്ത ദിവസവും വന്നു. അവർ മദ്യപിച്ചിട്ടാണ് വരുന്നത്. എൻ്റെ ഭാര്യ അവർക്ക് ചായ കൊണ്ട് കൊടുത്തപ്പോൾ അവർ എൻ്റെ ലില്ലിയെ തുറിച്ച് നോക്കി. ലില്ലിക്ക് ഇഷ്ടപ്പെട്ട ലില്ലി ഓടിക്കളഞ്ഞു. അടുത്ത ദിവസം വന്നു. ഞാൻ പറഞ്ഞു, ലില്ലി ചായ കൊണ്ടുപോവാ. ലില്ലി ചായ ഉണ്ടാക്കി ഒരു വിദ്യാർത്ഥിയുടെ കൊടുത്തയച്ചു, ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥിയുടെ. അവർ പോകാൻ നേരം പറഞ്ഞു, നല്ല വർത്തമാനമാണ്, ഈ പറഞ്ഞ സുവിശേഷം നല്ലതാണ്, ഞങ്ങളുടെ മതത്തിലില്ല, നാളെയും ഞങ്ങൾ വരട്ടെ. ഞാൻ പറഞ്ഞു, നാളെ വരണ്ട, നാളെ ഞാൻ ഖദർ ഭണ്ഡാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കാൻ പോകും. എപ്പോൾ വരും? അവരൊത്തിരി ചോദ്യം ചോദിച്ചു, എപ്പോൾ പോകും, എപ്പോൾ വരും? ഞാനുള്ളതുപോലെ അങ്ങ് പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ പോയി. വന്നപ്പോൾ വളരെ ലേറ്റായിരുന്നു, മഴ പെയ്തത് കാരണം. ഒരു പഴയ സൈക്കിളാണ്. ആ സൈക്കിളിൻ്റെ ചെയിൻ കൂടെ അങ്ങ് തെന്നി വീഴും. അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് മണി 1 ഞാൻ വന്നപ്പം വീടകത്ത് നിന്ന് പൂട്ടിയിരിക്കുക. ഞാൻ കതകിന് കൊട്ടി. ഞാൻ വരുന്ന സമയത്ത് ഒരു ദിവസം പോലും കതക് ലില്ലി പൂട്ടാറില്ല, പക്ഷേ അന്ന് പൂട്ടിയിരുന്നു. ഞാൻ ഗേറ്റിന് കൊട്ടി. തകരത്തിൻ്റെ ഗേറ്റാണ്, ഞാൻ ഗേറ്റ് വാടക കെട്ടിടമാണ്. കതകിന് കൊട്ടി.
അവർക്കത് ലില്ലി ഓടി ഇറങ്ങി വന്നു, ലൈറ്റ് ഇട്ടു ഇറങ്ങി വന്നു. വിദ്യാർത്ഥികളും ഇറങ്ങി വന്നു. 12 വിദ്യാർത്ഥികളുണ്ട്, 13 വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാം കൂടെ ഓടി വന്നു. അവരെയൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു ജോണി ബ്രദറുണ്ട് പത്താംകോട്ട, വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്തോ പറ്റി? ലില്ലി പറഞ്ഞു, ഓ സാരമില്ല അച്ചായൻ കാപ്പി കുടിക്കും, ഞാൻ കാര്യം പറയാം. കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലില്ലി ഇങ്ങനെ പറഞ്ഞു, ആ 5 സർദാർജിമാർ വന്നേ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്. എൻ്റെ ഒക്കെ പറഞ്ഞു എന്തിനാ വന്നതെന്നറിയാം? സുവിശേഷം കേൾക്കാൻ അല്ല, അച്ചായൻ ഇവിടെ ഇല്ലാത്ത രാത്രി ഏതാണെന്നറിയാൻ വന്നതാ. ഇന്നലെ എല്ലാം അങ്ങ് പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് അവർ 8 മണിയായപ്പോൾ വന്നു. 8 മണിയാകുമ്പോൾ തണുപ്പ് കാലത്ത് എല്ലാവരും കിടന്ന് ഉറക്കമായിരിക്കും, ആരും വെളി കാണത്തില്ല. പറഞ്ഞു ഒരു 8 മണിയായപ്പോൾ വന്നു. ഒരു ട്രാക്ടറിനകത്ത് വന്നു. ഒരാൾ ട്രാക്ടറെ ഓൺ ചെയ്തിട്ട് ട്രാക്ടറിൽ തന്നെ ഇരുന്നു. എഞ്ചിൻ ഓടിയാണ്. അപ്പോൾ അതിൻ്റെ ശബ്ദം കൊണ്ട് ഇവിടെ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ വയലത്തുകാർ കേൾക്കത്തില്ല. 2 പേര് അവരുടെ കഠാരിയും എടുത്ത് ഗേറ്റിൻ്റെ അവിടെ നിന്നു. 2 പേര് ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥികൾ താമസിക്കുന്ന മുറിയിലോട്ട് ചെന്ന് കഥവ് കൊട്ടി. ഒരാൾ ലില്ലി കിടക്കുന്ന മുറിയിൽ 3 കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കുകയാണ്. അവിടെ വന്നിട്ട് ഒരാൾ കൊട്ടി. ഇതൊന്നും അറിയാതെ ലില്ലി വെളിയിൽ ഇറങ്ങി വന്നു. അവർ പറഞ്ഞു, എനിക്ക് അകത്തോട്ട് വരണം, സുവിശേഷം കേൾക്കണം. ലില്ലി പറഞ്ഞു, സുവിശേഷം പറയാനുള്ള ചുമതല എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ അറിയുള്ളൂ. അയാൾ പറഞ്ഞു, അല്ല ഞങ്ങൾക്ക് ഇപ്പം സുവിശേഷങ്ങൾ, ഞങ്ങൾ ക്രിസ്ത്യാനിയാവാൻ വന്നതാ. ലില്ലി പറഞ്ഞു, ദേവിയത് അകത്ത് വരരുത്, എൻ്റെ 3 കുഞ്ഞുങ്ങൾ ഉറങ്ങിയാണ്, താഴെ കിടന്ന് ഉറങ്ങിയാണ്, ഇവിടെ കസേരയില്ല, എനിക്ക് സുവിശേഷം പറയാൻ അറിയത്തില്ല. ലില്ലി പറഞ്ഞു നാളെ വരണം. അവർ പറഞ്ഞില്ല, ഇപ്പം വേണം. പെട്ടെന്ന് സർദാർജി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, സുവിശേഷം പറയാൻ വയ്യായെങ്കിൽ ഒരു പുസ്തകം തന്നിട്ടോ. അയക്കറിയാമായിരുന്നു ഞങ്ങൾ പുസ്തകം ഇടാൻ സൂക്ഷിക്കുന്ന ഒരു കൊച്ചു മുറിയിൽ, ഒരു വാതിൽ മാത്രമുള്ള ഒരു മുറിയിൽ. ലില്ലി ഇതൊന്നും മനസ്സിലാക്കാതെ ആ മുറിയിലോട്ട് പോയപ്പോൾ ലില്ലി ഒരു ശബ്ദം കേട്ടു, ഓടി രക്ഷപ്പെടുക. ലില്ലി തിരിഞ്ഞു നോക്കി, ആരാണ് പറഞ്ഞത്? ലില്ലി തിരിഞ്ഞു നോക്കിയപ്പം ഈ സർദാർജി കുടിച്ച് മത്തനായി ആടി വരികയാണ്. ലില്ലിക്ക് മനസ്സിലായി, അവൻ്റെ നോട്ടത്തിൽ നിന്ന് മനസ്സിലായി അവൻ്റെ ലക്ഷ്യം വേറെ എന്തൊക്കെയാണ്. വീണ്ടും ലില്ലി ശബ്ദം കേട്ടു, ഓടി രക്ഷപ്പെടുക. എങ്ങോട്ടാണ് ഓടുന്നത്? വാതിക്കലോട്ട് നോക്കിയപ്പം അവിടെ 2 പേര് നിൽപ്പുണ്ട് കടാരിയുമായിട്ട്. ലില്ലി അവിടെ നിന്ന് വിളിച്ചു, ജോണി ബ്രദർ അന്നത്തെ ഞങ്ങളുടെ മോണിറ്ററാണ്. ജോണി എഴുന്നേറ്റപ്പോൾ അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന സർദാർജി കഠാരി കാട്ടിയിട്ട് പറഞ്ഞു, ഇരിടാ അവിടെ. ലില്ലിക്ക് മനസ്സിലായി രക്ഷിക്കാൻ ആരുമില്ല. ലില്ലി ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ സർദാർജിയെ മറികടന്ന് മുറിക്കകത്തോട്ട് കയറി കതകങ്ങ് കുറ്റിയിട്ടു. ലില്ലി ഈ കഥ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, ലില്ലി തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ? സംഭവിച്ചോ? ഇല്ല. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ സഹിക്കും? ലില്ലി നമുക്കിവിടെ വേണ്ട, നമുക്ക് ബോംബെയിലേക്ക് പോകാം, നമുക്ക് മദ്രാസിലേക്ക് പോകാം. ലില്ലി എൻ്റെ ഒരു ചോദ്യം ചോദിച്ചു, നല്ല ഭാര്യമാർക്കായിട്ട് സ്തോത്രം. ലില്ലി എൻ്റെ ഒരു ചോദ്യം ചോദിച്ചു, അച്ചായ ബോംബെയിൽ ഇത് സംഭവിച്ചുകൂടായോ? മദ്രാസിൽ ഇത് സംഭവിച്ചുകൂടായോ? കേരളത്തിൽ ഇത് സംഭവിച്ചുകൂടായോ? നമ്മളെ രക്ഷിക്കുന്ന ദൈവമല്ലയോ? ബാക്കിയൂടെ കേട്ടാട്ടെ. ലില്ലി എൻ്റെ ബാക്കി കഥ പറഞ്ഞു. എൻ്റെ പറഞ്ഞു, അച്ചായ ഞാൻ ഈ മുറിക്കകത്ത് കയറി മുറിയുടെ കുറ്റിയിട്ടു. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഞാൻ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈ സർദാർജിമാർ എന്തുകൊണ്ട് എൻ്റെ പുറകെ വന്നില്ല? അവൻ നിന്ന് എൻ്റെ അടുക്കലായിരുന്നു കഥക. അവന് വേണമെങ്കിൽ എന്നെ തെള്ളി അകത്തോട്ട് ഇട്ടിട്ട് ഈ മുറിക്കകത്ത് കയറി കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് എന്തും ചെയ്യാമായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ആ മനുഷ്യൻ എൻ്റെ കൂടെ അകത്ത് കയറിയില്ല? ലില്ലി എൻ്റെ പറഞ്ഞ ചായ, ഞാൻ ജനൽ തുറന്നിട്ട് ജനലിൽ കൂടെ വെളിയിലോട്ട് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് എൻ്റെ പുറകെ ഓടി വരുന്ന സർദാർജി അനങ്ങാൻ വയ്യാതെ അവിടെ നിൽക്കുകയാണ്. സ്വർഗസ്ഥനായ ദൈവം അവൻ്റെ കാലിനും കൈക്കും നട്ടും ബോൾട്ടും ഇട്ട് ഉറപ്പിച്ചോടെ നിർത്തി. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പഞ്ചാബ് വിട്ടിട്ട് മടങ്ങി വരുവാൻ. പക്ഷേ ഞാൻ തീരുമാനിച്ചു, എൻ്റെ വലത്ത് കൈ പോയാൽ ഞാൻ ഇടത്ത് കൈ കൊണ്ട് എറിയും. എൻ്റെ കൈ നൊന്താലും ഞാൻ എറിഞ്ഞ് എക്സ്പെർട്ടാവും. കാശ്മീരിലായിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ 45 വയസ്സാണ്, 42 വയസ്സാണ്, വിധവയാണ്. 42 അതിൽ കൂടുതൽ കാണും. പക്ഷെ നല്ല ആരോഗ്യമുള്ളൊരു സ്ത്രീ, ഹന്ന. അവരെൻ്റെ സുവിശേഷം കേട്ടു. 5 ദിവസം ഞാൻ പോകുന്ന വീടുകളിലൊക്കെ അവരെൻ്റെ പുറകെ വന്ന് സുവിശേഷം കേട്ടു. അവരെൻ്റെ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, ഇപ്പം തണുപ്പാണ്, സ്നാനം ഏപ്രിൽ മാസം 6-ാം തീയതിയാണ്, നിങ്ങൾ വരണം. ഞാൻ വലിയ രസമാണ്. അവർക്കറിയത്തില്ല ഏപ്രിൽ 6 എന്നാന്ന്, പർവ്വത്തിലുള്ളവരല്ലയോ. ഞാനൊരു കടലാസ് എടുത്ത് അന്ന് മുതലുള്ള തീയതിയൊക്കെ എഴുതി കൊടുത്തു. എന്നിട്ട് ഞാനൊരു പെൻസിലും കൊടുത്തു. ഓരോ ദിവസവും ഓരോ തീയതി അങ്ങ് വെട്ടിക്കളയണം. എന്നിട്ട് ഈ 6 ആകുമ്പോൾ ഇവിടെ വരണം. അവർ 2 ദിവസം നേരത്തെ വന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ നേരത്തെ വന്ന്? എനിക്കങ്ങ് പേടിയായിരുന്നു, ഞാൻ ഏതെങ്കിലും ദിവസം തീയതി വെട്ടാൻ മറന്നതാണോ, പിന്നെ സ്നാൻ തന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നേരത്തെ വന്നതാ. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, താമസിച്ചാട്ടൂടെ. 6-ാം തീയതി ഞാൻ സ്നാനപ്പെടുത്തി. അത് ഞാനല്ല, പി എം തോമസാണ് സ്നാനപ്പെടുത്തിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാന്തയിലിരുന്ന് അവർക്ക് ഹോളി കമ്മ്യൂണിയൻ കൊടുക്കുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് സാക്ഷ്യം പറയാൻ സമയം തരാമോ? ഞാൻ പറഞ്ഞു, തരാം.
അവരെഴുന്നേറ്റ് വന്നു. അവർ പറഞ്ഞു, എനിക്ക് 6 ആൺപിള്ളേരുണ്ട്, ഞാൻ സ്വർഗത്തിൽ പോകും, പക്ഷേ എൻ്റെ ആൺപിള്ളേരുടെ സ്വർഗത്തിൽ പോകണ്ടായോ, അതുകൊണ്ട് ഉപദേശിച്ച് ഞങ്ങളുടെ വീട്ടിൽ വരെ വരണം. ഞാൻ പറഞ്ഞു, വരാം. എവിടാ വീട്? അത് വലിയ ദൂരമൊന്നുമില്ല, ഇവിടുന്ന് ബസ് വരുന്നതിൻ്റെ അത്രയും ദൂരം ബസ്സേ വരണം, പിന്നെ ഒരു 3 പർവ്വതം കയറി വരുമ്പോൾ 30 കിലോമീറ്റർ വരുമ്പോൾ അവിടെ എൻ്റെ വീട്. ചെല്ലാമെന്ന് സമ്മതിച്ചും പോയി. ആര് വിളിച്ചാലും എവിടെയും പോകുന്ന കൂട്ടത്തിലാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ഞാൻ അതിന് അടുത്ത ദിവസം നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ സ്ത്രീക്ക് ഭയങ്കര സന്തോഷം. ഹല്ലേലൂയ, ഞങ്ങളുടെ ഉപദേശി വന്നല്ലോ. മക്കളൊക്കെ നോക്കി, താണ്ടട ഒരു തെക്കേ ഇന്ത്യക്കാരൻ വന്നിരിക്കുന്നു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. ഇതിനകത്ത് ഏതാണ്ട് അർത്ഥമുണ്ട്. കർത്താവേ, ഞാൻ എന്തായാലും ചെന്ന ക്ഷീണത്തിന് കയറി കിടന്നങ്ങ് ഉറങ്ങി. നേരം വെളുത്തുടനെ ഞാൻ എഴുന്നേറ്റിട്ട് പല്ല് തേക്കാൻ പോയി. പല്ല് തേക്കാനായിട്ട് കുളത്തിനടുക്കെ പോയി. അവിടെ പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പുല്ലൊക്കെ അനങ്ങുന്നത് കണ്ട് ഞാൻ വിചാരിച്ചെന്തോ സിംഹമോ കരടിയോ വല്ലതും ആണോ. ഞാൻ നോക്കിയപ്പോൾ ഈ സ്ത്രീയാ, അവർ ഒളിച്ചൊളിച്ച് വരുക. എൻ്റെ ഇടയ്ക്ക് വന്നു വെച്ച് പറഞ്ഞു, എളുപ്പം ഓടി രക്ഷപ്പെട്ടു. എൻ്റെ മക്കളുടെ വിചാരം നിങ്ങൾ എന്നെ കാണാൻ വന്നാൽ നമ്മൾ തമ്മിൽ ഏതാണ്ട് ബന്ധമുണ്ട്. അവർ താണ്ട പിച്ചാത്തിയൊക്കെ തേച്ചുകൊണ്ടിരിക്കുക, കൊടുവാൾ വെട്ടോത്തി തേച്ചുകൊണ്ടിരിക്കുക. ഓടി രക്ഷപ്പെട്ടു. അവർ വെട്ടിക്കൊല്ലും. എനിക്ക് കുറച്ച് നാളൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടോ ധൈര്യശാലിയായ PG വർഗീസ് വീട്ടിലോട്ട് ഓടിച്ചെന്ന് എൻ്റെ സൂട്ട്കേസല്ല പുറത്തിടുന്ന ബാക്ക് പാക്ക് കൊടുത്തോണ്ട് ഒരൊറ്റ ഓട്ടം. വഴി ചെന്നപ്പോഴാണ് ഓർത്തത് കുപ്പിക്കകത്ത് വെള്ളമില്ല. വഴി ചെന്നപ്പോഴാണ് ഓർത്തത് എൻ്റെ കഴിക്കാനൊന്നുമില്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ അവരുടെ 6 മക്കളും വേഗത്തിൽ നടന്നു വരിക. ഞാൻ കണ്ടു അവരുടെ കോടാലിയുണ്ട്, ഞാൻ കണ്ടു അവരുടെ വെട്ടുകത്തിയുണ്ട്. എനിക്ക് കാണാം. ഞാൻ പർവ്വതത്തിലേക്ക് കയറി, ഞാൻ താഴെ നിന്ന് അവർ കയറി വരുന്നത് കണ്ടു. ഞാൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, ഞാനിവിടെ ഒരു മരത്തിൻ്റെ വേരെ തട്ടി താഴെ വീണു. എനിക്കറിയാം അവരെന്നെ പിടിക്കും. അവർ പർവ്വതവാസികളാണ്, അവർക്ക് വേഗത്തിൽ നടക്കാൻ അറിയാം. ഞാൻ പട്ടിണി കിടന്നതാണ്, എൻ്റെ ഈ വെള്ളം പോലുമില്ല. എനിക്കറിയാം അവരെന്നെ പിടിക്കും. ഞാൻ അവിടെ ഇരുന്നുകൊണ്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ദൈവം എന്നെ അനുഗ്രഹിച്ച നന്നായിരിക്കണം. എനിക്കറിഞ്ഞുകൂടാ, ഒരു സംഘടന ഒന്നാണെന്ന് എനിക്കറിയാം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ രക്തം അല്പം കൂടി സമയം കഴിയുമ്പോൾ അവരുടെ കോടാലി കൊണ്ട് എൻ്റെ രക്തം എവിടെ വീഴും. കർത്താവേ, എന്നാലും ഞാൻ കേരളത്തിലേക്ക് മടങ്ങിപ്പോകത്തില്ല, തെക്കേ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകത്തില്ല. എൻ്റെ ഓരോ തുള്ളി ചോരയ്ക്കും ഓരോരുത്തരെയും ഇവിടെ സ്നാനപ്പെടുത്താനുള്ള കൃപ തരണം. ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തു. അവർക്ക് ഇച്ചിരി കള്ളു കുടിക്കണമെന്ന് തോന്നിയതിനിടയ്ക്ക് പറഞ്ഞാൽ കള്ളു കുടിച്ചെങ്കിൽ ഇച്ചിരി മൂച്ച് വരത്തുള്ളൂ, നമുക്ക് ഇച്ചിരി അവർ കള്ളു കുടിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ റോഡിലെത്തി വീട്ടിൽ ചെന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ മൂത്ത മകൻ എൻ്റെ വീട്ടിൻ്റെ വാതിൽക്ക് വന്ന് കൊട്ടി. ഞാൻ ഇറങ്ങിച്ചെന്നപ്പോൾ ചോദിച്ചു, എന്താ കാര്യം? പറഞ്ഞു, അമ്മച്ചി വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, ഒരബദ്ധം പോലീസിനും പറ്റും, ഞാൻ വരത്തില്ല. അയാൾ പറഞ്ഞു, നിങ്ങൾ വരുന്നത് വരെ ഞാൻ പോകത്തില്ല, ഇവിടെ താമസിക്കാൻ പോവാം. ഞാൻ പറഞ്ഞു, ഇവിടെ താമസിക്കാനൊക്കത്തില്ല. അല്ലല്ല, എനിക്ക് ബന്ധുക്കളുണ്ട്, ഞാൻ ഇവിടെ താമസിച്ചോളാം, നിങ്ങളുടെ മനസ്സ് മാറുന്നത് വരെ ഇവിടെ താമസിക്കും. ഞാൻ പറഞ്ഞു, താമസിച്ചോ, എൻ്റെ മനസ്സ് മാറത്തില്ല. വൈകുന്നേരം ഞാൻ എനിക്ക് 7 ദിവസവും മീറ്റിംഗ് ഉണ്ട്. 6 ദിവസം വൈകിട്ടും. ഞാനൊരു കള്ള ഉപദേശിയല്ല, നല്ല ഉപദേശിയാണ്. 6 ദിവസവും വൈകിട്ട് മീറ്റിംഗാണ്, ഞായറാഴ്ച രാവിലെ മീറ്റിംഗാണ്. 6 ദിവസം മീറ്റിംഗ് നടത്തില്ലെങ്കിൽ കള്ളനാണെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരു വേലക്കള്ളനെ പോലെ എനിക്ക് തോന്നുന്നു. എല്ലാ ദിവസവും മീറ്റിംഗ് നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മീറ്റിങ്ങിന് ചെന്നപ്പോൾ മനുഷ്യനോട് ഇരിപ്പുണ്ട്. ഞാൻ പ്രസംഗിക്കുമ്പോൾ ആൾ കരയുന്നു. അടുത്ത ദിവസം ആൾ ഇരിപ്പുണ്ട്. ഞാൻ പ്രസംഗിക്കുമ്പോൾ ആൾ കരയുന്നു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോടൊക്കെ പറഞ്ഞു, അവൻ്റെ കൂടെ പോവാ. കർത്താവേ, ഞാൻ വീട്ടിൽ ചെന്ന് ലില്ലിയോട് യാത്ര പറഞ്ഞു. ലില്ലിക്ക് ഒരു കൊടുത്ത് വെച്ച് പറഞ്ഞു, ലില്ലി, ഞാൻ ഇനി മടങ്ങി വന്നില്ലെന്ന് വരാം, അവരെന്നെ അവിടെ വെച്ച് കൊന്നെന്ന് വരാം. പക്ഷേ ലില്ലി, ഞാൻ തന്നോടൊരു ആവശ്യം പറയുകയാണ്. ഞാൻ മരിച്ചു പോയാൽ തിരിച്ച് കേരളത്തിലേക്ക് പോകരുത്, എൻ്റെ വീട്ടിലേക്ക് പോകരുത്, തൻ്റെ വീട്ടിലേക്ക് പോകരുത്. എവിടെ പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും കർത്താവിൻ്റെ വേല ചെയ്യണം. നമ്മുടെ കുഞ്ഞിനെ സുവിശേഷ വേലക്കാരനായിട്ട് വടക്കേ ഇന്ത്യയിൽ ഒരു മിഷണറിയായിട്ട് വളർത്തണം. ലില്ലിയോട് യാത്ര പറഞ്ഞ് ഞാൻ പോയി. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. ആ മനുഷ്യൻ നേരത്തെ അങ്ങ് പോയി പറയാനായിട്ട്. ഞാനവിടെ ചെന്നപ്പം അവർക്ക് എല്ലാവർക്കും സന്തോഷം, മക്കൾക്കും സന്തോഷം. എനിക്കറിയാം മക്കൾക്ക് എന്നെ കൊല്ലാനുള്ള സന്തോഷമാണെന്ന്. അവരെൻ്റെയൊക്കെ പറഞ്ഞ് ചോറുണ്ണാൻ. ഞാൻ പറഞ്ഞു, ഞാൻ ചോറുണ്ണുന്നത് പിന്നെ ആദ്യം സുവിശേഷം പറഞ്ഞിട്ട് ഒന്നും അല്ലെങ്കിൽ പ്രസംഗിച്ചിട്ട് ചാവാമെന്ന് വിചാരിച്ചു. അവരെല്ലാവരും കൂടി ഇരുന്നു. സന്ധ്യയ്ക്ക് പർവ്വതത്തിലൊന്നും വിളക്കില്ല. അവിടെയൊക്കെ ഒരു പൈൻ മരം, പൈൻ എന്നുള്ളവർക്കൊന്നും അധികം പേർക്ക് അറിയത്തില്ല. മാവേലിക്കര സൈഡിലൊക്കെ പൈനുണ്ടാവും. പൈൻ മരത്തിൻ്റെ ചീളികൾ വെട്ടിക്കോതി എടുത്തിട്ട് അതുകൊണ്ട് ചൂട്ടുണ്ടാക്കി ഒരാളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ വെട്ടത്തിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു തന്നു. ബാക്കിയുള്ളവരൊക്കെ തറയിലിരിക്കുകയാണ്. ഞാൻ അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാൻ കണ്ണടച്ചപ്പോൾ കോഴി ചിറകിട്ടടിക്കുന്നത് പോലൊരു ശബ്ദം. ഞാൻ പറഞ്ഞു നിർത്തിയാട്ടെ. ഞാൻ നോക്കിയപ്പോൾ ഞാൻ അന്ന് പെന്തിക്കോസ്തുകാരനല്ല, ഞാനന്ന് അഭിഷേകം പ്രാപിച്ചവനല്ല, ഞാനന്ന് അന്യഭാഷയിൽ വിശ്വസിക്കുന്ന മനുഷ്യനല്ല. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും തറയിൽ കൈയിട്ട് അടിച്ചോണ്ട് അലാമാറാദി ബീരിദാ കബാറബ അന്യഭാഷ പറയുക. ഞാൻ പറഞ്ഞു നിർത്തിയാട്ട്, ഇതെന്താണ്, ഇത് എവിടെ നിന്ന് കിട്ടി? അന്നേരം പറഞ്ഞു, അയ്യോ ഞാൻ എൻ്റെ മോൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല. ഉപദേശി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മുറിക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിച്ചു. അമ്മ പറയുകയാണ്, ഞാൻ ഈ മുറിക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ഉപദേശി സുവിശേഷം പ്രസംഗിക്കാൻ വന്നതാ, എൻ്റെ മക്കൾ തെറ്റിദ്ധരിച്ചല്ലോ, അയാളെ എവിടെയെങ്കിലും പിടിച്ചിട്ട് കൊല്ലു. എൻ്റെ കർത്താവേ, എൻ്റെ മക്കളോട് ക്ഷമിക്കണമേ, ഉപദേശിയെ രക്ഷിക്കണമേ. അതുകൊണ്ടാണ് ഉപദേശി അവർക്ക് കള്ളു കുടിക്കണമെന്ന് ആഗ്രഹം തോന്നി ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട്. അതുകൊണ്ട് ഉപദേശി രക്ഷപ്പെട്ടു. ഇച്ചിരി കഴിഞ്ഞ് അവർക്ക് സുബോധം വന്ന് അവർ തിരിച്ചു വന്ന് പറഞ്ഞു കേട്ടാണ്. ആ സ്ത്രീ പറഞ്ഞു, ഉപദേശി എൻ്റെ മക്കൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ താഴെ ഇരുന്ന മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മക്കൾ മുറ്റത്ത് നിന്നു, അവരെന്നെ ശ്രദ്ധിച്ചു. ഉപദേശിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എന്നെ അവർ കണ്ടു. ആ മക്കൾ ഓരോരുത്തരകത്ത് കയറി വന്ന് മുട്ടുകുത്തി പാപം ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അന്ന് മുതൽ ഞങ്ങൾ ഇന്ന് വരെ ഇംഗ്ലീഷിലാണ് പ്രാർത്ഥിക്കുന്നത്. അവരുടെ വിചാരം ഇംഗ്ലീഷാണെന്നാ, അവർക്കതേ അറിയത്തുള്ളൂ. അങ്ങനെ ഞാൻ അന്യഭാഷയിൽ വിശ്വസിക്കാൻ കാരണം ഇത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇത് കേട്ടപ്പോൾ വിചാരിച്ചു, ആരും പഠിപ്പിക്കാതെ മാനസാന്തരപ്പെടാത്തവർ മാനസാന്തരപ്പെട്ട് 1 മിനിറ്റിനകത്ത് അവർക്ക് കിട്ടിയെങ്കിൽ അത് ഇന്നലെ നിന്ന് പോയ ഒരു അനുഭവമല്ല, എനിക്ക് വേണം. അടുത്ത ദിവസം 17 പേരെ അവിടെ സ്നാനപ്പെടുത്താനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായി. എന്തുകൊണ്ട്? തിരിച്ചു പോകാതെ ഇരുന്നതിനാൽ. എന്തുകൊണ്ട്? എൻ്റെ വലത് കൈ മുറിഞ്ഞപ്പോൾ ഇടത് കൈ കൊണ്ട് എറിഞ്ഞ്, അയ്യോ നൊന്തിട്ടം എറിഞ്ഞ് എക്സ്പെർട്ടായതിനാൽ. തത്വശാസ്ത്രം പറയുകയല്ല, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. കുഞ്ഞേ, നിനക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹം തോന്നിയാലും, നിൻ്റെ ഭർത്താവ് നിന്നെ ഇട്ടിട്ട് പോയാലും, നിൻ്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയാലും, നിൻ്റെ മകൾ വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോയിരുന്നാലും, നീ വിശ്വാസം വിട്ടിട്ട് പോകരുത്. വാച്ച്മാൻ നീ എന്ന് പറയുന്ന ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, നിന്റെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകി ഇറങ്ങിയാൽ ഒരു കൈ കൊണ്ട് കണ്ണുനീർ തുടച്ചാലും മറ്റേ കൈ കലപ്പയിൽ നിന്ന് വിടരുത്. മുറുക്ക പിടിച്ച് മുമ്പോട്ട് മാത്രം നടക്കുക. ഒരിക്കൽ ഞാൻ പഞ്ചാബിലൂടെ നടക്കുകയാണ്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഒരിക്കലേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുള്ളൂ. വർഷങ്ങൾ വലുതായി. എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഒരാൾ എന്നെപ്പറ്റി ഒരു അപവാദം പറഞ്ഞതാ, പൈസ മുട്ടിച്ചു. ഞാനൊരു ഹിറാഫെറി എൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു. ഹിറാഫെറി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കളിപ്പിരികാൻ, കബളിപ്പുകാരൻ, 420 420 എന്നൊക്കെ അർത്ഥം, കബളിപ്പുകാരൻ. അത് കേട്ടപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. ഞാൻ വളർത്തിയെടുത്ത, ഞാൻ സ്നേഹിച്ച എൻ്റെ തിമോത്തിയോസ് എൻ്റെ മുഖത്ത് നോക്കി. ഞാനൊരു സത്യസന്ധമുള്ള മനുഷ്യനാണ്. ഞാൻ രൂപ മോഷ്ടിച്ചിട്ടില്ല. എൻ്റെ ബാങ്കിൽ രൂപയില്ല. ഇന്നും എൻ്റെ ബാങ്കിൽ രൂപയില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും സമ്പാദിച്ചില്ല. എനിക്ക് വീടില്ല, പുരയിടയില്ല. പക്ഷേ ഞാൻ വളർത്തിയെടുത്ത എൻ്റെ തിമോത്തിയോസ് എൻ്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ ഹിറാഫെറിയാണ്, നീ ചതിയനാണ്. അടുത്ത ദിവസം ഞാൻ പഞ്ചാബിലെ ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്ത് എനിക്ക് ആകെ ഒരു വെപ്രാളം. ഞാൻ വിചാരിച്ചു ഒന്നുക്കും 2 പോയ വെപ്രാളം അങ്ങ് മാറുവന്ന. ഞാൻ അടുത്തൊരു കുറ്റിക്കാടുണ്ട്, എനിക്ക് സ്ഥലം ഇപ്പോഴും അറിയാം. ഞാൻ ഇന്നലെ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി പഞ്ചാബിൽ പോകുമ്പോൾ എനിക്ക് ആ ഗ്രാമത്തിലൊന്ന് പോകണം, എനിക്ക് ആ സ്ഥലം ഒന്ന് കാണണം. വയലിൻ്റെ നടുക്ക കുറച്ച് പുല്ല് കയറിയ സ്ഥലമുണ്ട്, കുറച്ച് കുറ്റിക്കാടുകളുണ്ട്. ഞാൻ അവിടെ ചെന്നു. 1ഉം 2ഉം കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഹാർട്ട് അറ്റാക്ക് വന്നു. എനിക്ക് കുറച്ചൊക്കെ അറിയാം. ഹാർട്ട് അറ്റാക്ക് വരുമ്പം ഞാൻ വേർക്കാൻ തുടങ്ങി. എൻ്റെ ശ്വാസകോശം വർദ്ധിച്ചു. എൻ്റെ നെഞ്ചിനകത്ത് വേദനയായി. എനിക്ക് മനസ്സിലായി എനിക്ക് ഹാർട്ട് അറ്റാക്കാണ്. ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു മരത്തിൽ 5-6 കഴുകൻ ഇരിക്കുന്നത് കണ്ടു. എനിക്ക് മനസ്സിലായി ഞാനിവിടെ ചത്തു വീഴും. ഈ കഴുകൻ എന്നെ 15 മിനിറ്റിനകത്ത് ഈ കഴുകന്മാരെൻ്റെ എല്ലൊഴിച്ച് ബാക്കിയെല്ലാം തിന്നും. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, എന്നാലും ഞാൻ പഞ്ചാബ് വിട്ടിട്ട് പോകത്തില്ല. ഞാൻ ഈ ദേശത്ത് തന്നെ മരിക്കും. ഇവിടുത്തെ മണ്ണിൽ ഞാൻ വളമായി തീരും. എൻ്റെ വലത് കൈ പോയാൽ ഞാൻ ഇടത് കൈ കൊണ്ട് എറിഞ്ഞ് എക്സ്പെർട്ടാവും. ഞാൻ ചെയ്തു എന്നുള്ളതല്ല പറയുന്നത്. നിൻ്റെ ജീവിതത്തിലും ഇതുപോലെ അനുഭവങ്ങൾ വന്നാൽ, നിൻ്റെ മക്കൾ നിന്നെ ഇട്ടിട്ട് പോയാൽ, നിൻ്റെ ഭർത്താവ് നിന്നെ ഇട്ടിട്ട് പോയാൽ, നിൻ്റെ ജോലി പോയാൽ, നിൻ്റെ അപ്പൻ വീതം തന്നില്ല എങ്കിലും വലത് കൈ പോയാലും ഇടത് കൈ കൊണ്ട് എറിഞ്ഞ് എക്സ്പെർട്ടാവണം. എൻ്റെ മകൾ 12ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്ന് അവൾക്ക് MBBS ഡോക്ടറാകണമെന്ന് ആഗ്രഹം. അവൾ കൊച്ചുനാളി തൊട്ടേ അവർക്കൊക്കെ ആഗ്രഹമാണ്. അവൾ കൊച്ചുനാളി തൊട്ടേ ഒരു ഈർക്കലും എടുത്തുകൊണ്ട് നടക്കാം. കാണുന്നവരുടെ അടുക്കലൊക്കെ ചെന്ന് കുത്തിയും വെച്ച് പറയും, എനിക്കൊരു ഡോക്ടറാവണം. അവിടെ സ്വപ്നമായിരുന്നു ഒരു ഡോക്ടറാകണം. 12ാം ക്ലാസ് പാസ്സായി. അവൾ എൻ്റെ ഒക്കെ പറഞ്ഞു, ഡാഡി എനിക്കൊരു ഡോക്ടറാകണം. ഞാൻ പറഞ്ഞു, മോളെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി ജയിച്ചാൽ പോകാം. അവൾ പറഞ്ഞു, ഡാഡി അതെന്നെ കൊണ്ട് പ്രയാസമാണ്.
അന്നേരമാണ് അറിവ് കിട്ടിയത്. ലാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, മഹാരാഷ്ട്രയിലെ മലബാർ, മഹാരാഷ്ട്രയിലെ ഒരു കുഗ്രാമം ലാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജ് തുറന്നിരിക്കുന്നു. അവർക്ക് വിദ്യാർത്ഥികളില്ലാതെ വിഷമിക്കുകയാണ്. അവർ പത്രത്തിനകത്തൊരു പരസ്യം ചെയ്തു, 1 വർഷത്തെ ഫീസ് ഒന്നിച്ചു തരാവുന്നവരെ ഞങ്ങൾ എടുത്തോളാം. എൻ്റെ മോൾ അപ്ലൈ ചെയ്തു. അവിടുന്ന് ഫാക്സ് വന്നു, നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു, 1 വർഷത്തെ ഫീസ്, ക്യാപിറ്റേഷൻ കൊടുക്കണ്ട, 1 രൂപ പോലും ഡൊണേഷൻ കൊടുക്കണ്ട, 1 വർഷത്തെ ഫീസ് 1.25 ലക്ഷം രൂപ NRI കോട്ടയിലുള്ള ഒന്നിച്ചു കൊടുക്കണം. എൻ്റെ മോളെൻ്റെ ഒക്കെ പറഞ്ഞു, ഡാഡി 1.25 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞില്ല മോളെ, എൻ്റെ കയ്യിലില്ല, നമ്മുടെ കയ്യിലില്ല. എൻ്റെ ഒരു സുവിശേഷ വേലക്കാരൻ ഇപ്പോഴും അദ്ദേഹം എൻ്റെ കൂടെയാണ്. അദ്ദേഹം വന്നു വെച്ച് എൻ്റെ പറഞ്ഞു, സാഹു ബ്രദർ, അദ്ദേഹം എൻ്റെ ഒക്കെ വന്നു വെച്ച് പറഞ്ഞു, നിങ്ങൾ ഇത്രയും രൂപ ടീമിലിട്ടതല്ലേ, നിങ്ങൾ എവിടെയെല്ലാം പുരയിടം വാങ്ങിച്ചു കൊടുത്തോ? പത്താംകോട്ട് പുരയിടം വാങ്ങിച്ചു, ഒറീസയിൽ വാങ്ങിച്ചു, 1.25 ലക്ഷം രൂപ ടീമിൽ നിന്നെടുത്താൽ ദൈവം കോപിക്കത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ വേദപുസ്തകം അറിയാം. ദൈവത്തിന് എൻ്റെ മകളെ ഡോക്ടറാക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ദൈവം 1.25 ലക്ഷം രൂപ എൻ്റെ ഈ തരുമായിരുന്നു. ദൈവത്തിൻ്റെ പണം എൻ്റെ പോക്കറ്റിൽ പോകത്തില്ല. ഇതുപോലൊരു അവസരം കിട്ടത്തില്ല. അടുത്ത വർഷം 10-40 ലക്ഷം രൂപ കൊടുക്കുവാൻ ആ കോളേജിൽ തയ്യാറാകും. അവർക്ക് റെക്കഗ്നിഷൻ കിട്ടിയപ്പോഴത്തേക്ക് താമസിച്ചു പോയതുകൊണ്ടും മാത്രമല്ല മഹാരാഷ്ട്രയിലെ ഒരു കുഗ്രാമത്തിലായതുകൊണ്ടും അവർക്ക് വിദ്യാർത്ഥികളെ കിട്ടാതെ പോയതാണ്. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. 1.25 ലക്ഷം രൂപ വേണമെങ്കിൽ ഞാൻ കടം തരാം. മോൾ ഡോക്ടറാകുമ്പോൾ സാവധാനത്തിൽ തന്നാൽ മതി. ഞാൻ പറഞ്ഞില്ല ജോസേ, ഞാൻ ഇന്നുവരെ കടം വാങ്ങിച്ചിട്ടില്ല, കടം വാങ്ങിക്കത്തില്ല. എൻ്റെ ദൈവത്തിന് എൻ്റെ മകളെ ഒരു ഡോക്ടറാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ രൂപാന്തരമായിരുന്നു. നിങ്ങൾ എൻ്റെയൊക്കെ ചോദിച്ചാട്ടെ, വർഗീഷ നിനക്ക് ദുഃഖമുണ്ടോ? സത്യം പറയാം, എനിക്ക് വേദനയുണ്ട്. സത്യം പറയാം. കാരണം അവളെ ഞാൻ MBBS അയച്ചിരുന്നെങ്കിൽ 5 വർഷം കൊണ്ട് അവളൊരു ഡോക്ടറാക്കുമായിരുന്നു. ഇന്ന് അവൾ അതിനുശേഷം BA പാസ്സായി, MSc പാസ്സായി. ഇപ്പോൾ 10-12 വർഷം കൊണ്ട് ഞാൻ ഇന്ന് തീരുമാനിച്ചു, ഇല്ല, എൻ്റെ മകൾ ഡോക്ടറായില്ല എങ്കിലും ഞാൻ ഇടത്ത് കൈ കൊണ്ട് എറിഞ്ഞ് ഒരു എക്സ്പെർട്ടായി ദൈവത്തിൻ്റെ പട്ടാളത്തിൽ തന്നെ ആയിരിക്കും. നിങ്ങളുടെയും തീരുമാനം അതായിരിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ നടന്നില്ല എന്ന് വരാം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചില്ല എന്ന് വരാം. എൻ്റെ 4ാമത്തെ മകൻ ബ്ലസ്സൻ, അവൻ 10ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുകയാണ്. മുത്തൂറ്റുകാരുടെ ഒരു സ്കൂൾ ഡൽഹിയിലുണ്ട്. അവൻ്റെ ഒരു ദിവസം സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫീസ് കൊടുക്കാത്ത 3-4 കുട്ടികളെ എഴുന്നേൽപ്പിച്ച് നിർത്തി, മുമ്പിൽ പിടിച്ചു നിർത്തി. 3-4-5 മണിക്കൂർ അവനോട് നിൽക്കേണ്ടി വന്നു. അവൻ വൈകുന്നേരം ഉച്ചയ്ക്ക് 2:30 തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവൻ കരഞ്ഞുകൊണ്ടാണ് വന്നത്. അവൻ പറഞ്ഞു, നോക്കിയാൽ സ്കൂളുകാരെന്നെ വീട്ടിൽ പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഞാനിങ്ങ് പോരുമായിരുന്നു. എന്നാൽ 50 കുട്ടികളുടെ മധ്യത്തിൽ എന്നെ മുന്നേ പിടിച്ച് നിർത്തി എന്നെ അപമാനിച്ചു. ആ കുട്ടികൾ എന്നെ നോക്കി ചിരിച്ചു. വെളിയിൽ ഇറങ്ങിയപ്പോഴും പറഞ്ഞു, എടാ പൊണ്ണത്തടിയാ, എടാ നിനക്ക് ഫീസില്ലാത്ത എന്തിനാ പിന്നെ പള്ളിക്കൂടത്തിൽ വരുന്നത്, എന്നെ പറഞ്ഞ് കളിയാക്കി. ഡാഡി, ഞാൻ എങ്ങനെ നാളെ ആ സ്കൂളിൽ പോകും? എൻ്റെ കുഞ്ഞിൻ്റെ കൊടുക്കാൻ എനിക്ക് ഫീസില്ലായിരുന്നു. ഞാൻ എൻ്റെ മോനെ നോക്കിയപ്പോൾ അവൻ്റെ തലമുടിയെല്ലാം വളർന്നിരുന്നു. തലമുടി വെട്ടിക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, സാരമില്ല മോനെ, നമ്മളിങ്ങ് വന്നാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ലില്ലിയുടെ മനസ്സിനകത്തിൽ പിശാച് പറഞ്ഞു, നീ ഒന്നും അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് ടീച്ചറല്ലേ, നിനക്ക് ജോലി കിട്ടാൻ പ്രയാസമില്ല. PG വർഗീസിന് ജോലി കിട്ടത്തില്ലായിരിക്കാം. PG വർഗീസ് ഉപദേശി പണി ചെയ്യട്ടെ, നിനക്ക് വേണമെങ്കിൽ ഒരു ടീച്ചറിൻ്റെ ജോലി ചെയ്യാം. പക്ഷേ ലില്ലി തീരുമാനിച്ചു, ഇല്ല, മടങ്ങിപ്പോകുന്ന പ്രശ്നമില്ല. എൻ്റെ വലത് കൈക്ക് നൊന്താലും ശരി, എൻ്റെ വലത് കൈ പോയാൽ ഞാൻ ഇടത് കൈ കൊണ്ട് എറിയും, വലത് കൊണ്ട് എറിയും, ഇടത് കൈ കൊണ്ട് എറിയും. എറിഞ്ഞ് ഒരു എക്സ്പെർട്ടായി തീരും. ദൈവത്തിൻ്റെ പട്ടാളത്തിലായി തീരും. പട്ടാളത്തിൽ തന്നെ ആയിരിക്കും. ആര് പറയും, ഞാൻ ഇടത് കൈയായിരുന്നാലും എൻ്റെ രാജാവിൻ്റെ പ്രസാദിപ്പിക്കുവാൻ എൻ്റെ രാജാവിൻ്റെ പടയിൽ തന്നെ ഞാൻ യുദ്ധം ചെയ്യാനും വീണാലും ഞാൻ മുന്നോട്ടാ. മടങ്ങിപ്പോകുന്ന പ്രശ്നമില്ല. ആര് പറയും, ഞാൻ മുന്നോട്ട് തന്നെ പോകും, മടങ്ങിപ്പോകുന്ന പ്രശ്നമില്ല. ഒരു കാലത്തും മടങ്ങിപ്പോകത്തില്ല. എൻ്റെ രാജാവിനെ പ്രസാദിപ്പിക്കുവാൻ എൻ്റെ രാജാവിൻ്റെ പട്ടാളത്തിലായിരിക്കും. എൻ്റെ വലത് കൈ പോയാൽ ഞാൻ ഇടത് കൈ കൊണ്ട് എറിഞ്ഞ് എക്സ്പെർട്ടായി തരും. അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന് ചോക്ലേറ്റ് സോൾജേഴ്സിനെ ആവശ്യമില്ല. ദൈവത്തിന് കളിമണ്ണ് കൊണ്ടുള്ള പട്ടാളക്കാരെ ആവശ്യമില്ല. വെടിയുണ്ടയുടെ മുമ്പാകെ നെഞ്ചു നിവർത്തി കൊടുക്കുവാൻ വലതു കൈ പോയാലും ഇടത് കൈ കൊണ്ട് എറിഞ്ഞ് എക്സ്പെർട്ടായി തീരുവാൻ താല്പര്യമുള്ളവർക്ക് മാത്രം എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആര് ഈ പാട്ട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പാടും? യാത്ര ചെയ്യും. ഞാൻ ക്രൂശെ നോക്കി, എൻ്റെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകി ഇറങ്ങിപ്പോയാൽ
കൊണ്ട് ഞാൻ ആ കണ്ണുനീർ തുടച്ച്, എന്നാലും എൻ്റെ വലത്ത് കൈയുടെ പിടി ആ കലപ്പയിൽ നിന്ന് ഞാൻ വിടത്തില്ല. മുമ്പോട്ട് 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 മാത്രം ഞാൻ യാത്ര ചെയ്യും. ആരാ തീരുമാനമെടുക്കും? പാടാം. ഹൃദയത്തിൽ നിന്ന് പാടാം. യുദ്ധത്തിൽ എന്റെ യേശുവിനായി പാടാം. എന്റെ യേശുവിനായി തിരിച്ചു പോകുന്ന പ്രശ്നമില്ല, തിരിച്ചു പോകത്തില്ല. വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യ വീടുന്നുണ്ടവിടെ എത്തി കർത്താവിനോട് യാത്ര ചെയ്യോ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനായ ശ്വാസം വരെയും ജീവൻ വച്ചിടും. കൈകൾ ഉയർത്തി പാടാം, കൈകൾ ഉയർത്തി വീശിക്കൊണ്ട് പാടാം. ശ്വാസം വരെയും പാടാം. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ ശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവനും യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പളിങ്കിൻ കടത്തീരത്തിൽ യേശുവിൻ പൊന്മുഖം ഒത്തിടും ഞാൻ. കരങ്ങൾ ഉയർത്തി യാത്ര ചെയ്യും ഞാൻ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ. കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടി കരങ്ങളെ ഉയർത്തി യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെ